ഹലോ, ഏവർക്കും നമസ്കാരം. നമ്മുടെ 25 hours ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഫോർ കരിയർ കൗൺസിലേഴ്സിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കരിയർ കൗൺസിലർക്ക് തൻ്റെ പ്രൊഫഷനിൽ വിജയിക്കാൻ ആവശ്യമായ സ്കില്ലുകൾ എന്തൊക്കെയെന്നുള്ള വിഷയമാണ്. അപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ഓരോ സ്കില്ലുകളായിട്ട് എടുത്ത് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളെയും എടുത്ത് ഇടകീറി പരിശോധിച്ച് ഈ ഓരോ സ്കില്ലുകളും എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ കഥകളുടെയും ഉദാഹരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന വിഷയത്തിന് വളരെ എലോബറേറ്റ് ആയിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് അവസരോചിതമായിട്ടുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു പ്രക്രിയക്കാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. അതായത് ഏതൊരു വ്യക്തിയുടെയും ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു മാനസിക പരുവത്തിലേക്ക് ഒരാൾ എത്തിപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകും അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും പേടി കൊണ്ടോ ഷോക്ക് കൊണ്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ സാധാരണ മലയാള ഭാഷയിലൊക്കെ പറയാറുണ്ട് ഇതികർത്തവ്യതാമൂടനായി നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതിൻ്റെ ഷോക്കിൽ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു, നമുക്ക് അടുത്ത എന്ത് സ്റ്റെപ്പ് വെക്കണം നമുക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തോ കണ്ട് പേടിച്ച് ആകെ ഷോക്കായി സ്റ്റക്കായി നിൽക്കുകയാണ്, നമുക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയും വളരെ ഒരു ഡംപായി പോകുന്നൊരു സിറ്റുവേഷനിൽ പോലും വളരെ എഫക്റ്റീവായിട്ടുള്ള ആളുകൾക്ക്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഉചിതമായ രീതിയിൽ ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കരിയർ കൗൺസിലർക്ക് വേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടൊരു കഴിവാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ അറിയാം അല്ലേ, ഒരു നിർണായക സിറ്റുവേഷൻ. തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് ഒരു ബിസിനസ്സുകാർ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അവരെടുക്കുന്നൊരു തീരുമാനം ഉണ്ടായിരിക്കും, ഇത് അടച്ചു പൂട്ടണോ അതോ മുമ്പോട്ട് പോകണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരാൾ തൻ്റെ ജോലിയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ചിന്തിക്കുന്ന കാര്യം ഉണ്ടാകും, രാജിവെച്ച് ഒഴിയണോ അതോ സധൈര്യം നേരിടണമെന്ന്. അപ്പോൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഒരു കരിയർ കൗൺസിലറുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ കൗൺസിലർ ഒട്ടും സമയം കളയാതെ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ സാധിക്കണം. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു കരിയർ കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി അയാൾ തീരുമാനമെടുക്കുന്നത് അയാൾക്ക് വേണ്ടി മാത്രമല്ല അല്ലേ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അയാൾക്ക് വേണ്ടിയല്ല അയാൾ തീരുമാനം എടുക്കുന്നത്. അയാൾ തീരുമാനം എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? തൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാവി സുരക്ഷിതമാക്കുക, അവർക്ക് നല്ല വഴി കാണിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും അയാൾ ഒരു നല്ല തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം ഒരിക്കലും പാകപ്പിഴവില്ലാത്ത രീതിയിൽ നല്ല സാഹചര്യങ്ങളിലൂടെ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അയാൾ നല്ല ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാളായിരിക്കണം. ഒരു നിർണായക ഘട്ടം വരുമ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുന്ന സമയത്ത് ഒട്ടും പതറാതെ, ഒട്ടും മനഃചാഞ്ചല്യമില്ലാതെ നല്ലവണ്ണം ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കോളേജിലേക്ക് ചിലപ്പം അഡ്മിഷനൊക്കെ ക്ലോസ് ആയി നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കുട്ടി വന്നുകൊണ്ട് സാർ ഞാൻ ഉദ്ദേശിച്ച കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ ഏത് വഴിക്ക് പോകണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കരിയറിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടു, എനിക്കെന്തോ ശരിയാണെന്ന് തോന്നുന്നില്ല, സാർ എന്താ ചെയ്യാൻ പറ്റും, സാറിന് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ എന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് ഉപദേശത്തിന് വേണ്ടിയിട്ടും അഡ്വൈസിനൊക്കെ വേണ്ടിയൊക്കെ വരുന്ന ആൾക്കാരത്തേക്ക് നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് എങ്ങനെയെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സംഗതി പറയുമ്പോൾ എനിക്ക് വലിയൊരു എക്സാമ്പിൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ ഞെട്ടിവറച്ചൊരു യുദ്ധം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കയും സിറിയയും തമ്മിലുള്ള ഒരു വാറായിരുന്നു. ഓക്കെ, അമേരിക്ക സിറിയക്കെതിരെ നിരന്തരമായിട്ട് യുദ്ധം തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഇസ്രായേൽ എന്താണോ പലസ്തീനോട് ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് അന്ന് അമേരിക്ക സിറിയയോട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു, അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു, ഉറ്റവരെ നഷ്ടപ്പെട്ടു, ഉടയവരെ നഷ്ടപ്പെട്ടു. ആകെ ഇന്ന് ഫലസ്തീനിൽ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ അതൊക്കെയായിരുന്നു അന്ന് നമ്മുടെ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്.
ആ സമയത്ത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം വളരെ ഒരു ഹൃദയവിശാലതയുള്ള മനുഷ്യനാണ്, നല്ല ഒരു വ്യക്തിയാണ്, അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം തീരുമാനിച്ചു കഴിയുന്നത്ര ആളുകളെ സിറിയയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള കാനഡയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു വിമാനപ്പട അദ്ദേഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് വിമാനങ്ങൾ സെറ്റ് ചെയ്തു കേട്ടോ. ഒരു ഫ്ലീറ്റ് ഓഫ് എയർക്രാഫ്റ്റ്സ് അദ്ദേഹം തയ്യാറാക്കിയിട്ട് അവരൊക്കെ എന്ത് ചെയ്തു, റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് സിറിയയിലേക്ക് അയച്ചു. അപ്പോൾ ഈ സിറിയൻ റെഫ്യൂജീസ്, ഇതിൻ്റെ ഒരു സിറിയ തുർക്കി ബോർഡർ ഉണ്ട്, ഈ തുർക്കി ബോർഡറിൻ്റെ അടുത്ത് അവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവരെ പിക്കപ്പ് ചെയ്യുക എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചത്. അത് പ്രകാരം ഒരുപാട് അഭയാർത്ഥികൾ കാനഡയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഈ തുർക്കി അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു വിമാനം വരുന്നു, ആദ്യത്തെ വിമാനം വന്ന് ഇറങ്ങി അവിടെ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഇവരെ അതിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷേ ശ്രീലങ്കക്കാരനായിട്ടുള്ള ഒരു പൈലറ്റായിരുന്നു ആ വിമാനം ഓടിച്ചിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നോക്കുന്ന സമയത്തോടെ ഒരു 300-ലധികം ആളുകൾ, റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ ആരെ കയറ്റിക്കൊണ്ടുപോകും? ആ വിമാനത്തിൽ ആകെ കൂടി 150 ആൾക്കാരെ കയറ്റാൻ പറ്റുള്ളൂ. ഈ 150 ആളെ കയറ്റാൻ പറ്റുന്ന വിമാനത്തിൽ ഇത്രയും ആൾക്കാരെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ആരെ കയറ്റും എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു തോന്നൽ വരികയാണ്, എന്തായാലും വളരെ അശരണരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതായത് തീരെ കെൽപ്പില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് അയാൾ പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്താ വെച്ചാൽ വളരെ അവശരായിട്ടുള്ള ഇതുപോലുള്ള കുറേ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒക്കെയാണ് അയാൾ ആദ്യം പരിഗണിച്ചിട്ട് അവരൊക്കെ ഈ വിമാനത്തിൽ കയറ്റിയത്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ചെറുപ്പക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് ബാല്യക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും മാത്രം കയറ്റിയിട്ടും ഇനിയും ഒരുപാട് ഈ കാറ്റഗറി ആളുകളോട് ബാക്കി നിൽക്കുമായിരുന്നു. ഒരുപാട് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഒക്കെ അവിടെ ഇങ്ങനെ ദയനീയമായിട്ട് ഇതിൻ്റെ മുഖത്തേക്ക് നോക്കിയെടുക്കണം, ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 150 ആളെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ 150 ആളെ കയറ്റി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇങ്ങനൊരു സാഹചര്യം വന്നു. ഒരുപാട് പേര് വളരെ ദയനീയമായി ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെയും കൂടി കയറ്റൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിം എമിലിയോ ഫൊറാഷി എന്ന് പറയുന്ന ഈ പൈലറ്റ് ചെയ്തൊരു കാര്യം നമ്മുടെ വ്യോമസേനയുടെ ലോക വ്യോമയാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇദ്ദേഹം തൻ്റെ പൈലറ്റിനോട് ചോദിക്കുകയാണ്, നമ്മുടെ വിമാനത്തിൽ ഇപ്പോൾ എത്ര ഗാലൻ ഓയിൽ ഉണ്ട് എന്ന് നോക്കിയാണ്. ഏവിയേഷൻ ഓയിൽ എന്നുള്ള പറയുക. നമ്മുടെ ഈ പെട്രോൾ ഡീസലൊക്കെ പോലെ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് പറയുന്ന പേരാണ് ഏവിയേഷൻ ഓയിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് അദമ്യമായ ആഗ്രഹമുണ്ട് കുറച്ച് പേരെയും കൂടി ഒന്ന് കൊണ്ടുപോകണമെന്ന്. പക്ഷേ അതിന് എന്തിനൊരു മാർഗം തെളിയണ്ടേ? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയൊരു ആശയമാണത്. അദ്ദേഹം പൈലറ്റിനോട് ചോദിക്കുകയാണ്, എടാ ഈ ഫ്ലൈറ്റിൽ ഇപ്പോൾ എത്ര ഗാലൻ ഏവിയേഷൻ ഓയിൽ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ അയാൾ മറുപടി പറയുകയാണ്, സാർ ഏകദേശം ഇത്ര ഗാലൻ ഓയിൽ ഉണ്ട് എന്നുള്ളൊരു കൃത്യമായ ഉത്തരം കൊടുക്കുന്നു. ഉടനെ ഇദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നമുക്ക് ഇവിടെ നിന്ന് കാനഡയിലെത്താൻ എത്ര ഗാലൻ ഏവിയേഷൻ ഓയിൽ വേണ്ടി വരും എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് അയാളൊരു കണക്ക് പറയുന്നു, നമുക്ക് ഇത്ര ഗാലൻ ഏവിയേഷൻ ഓയിൽ മതിയെന്ന്. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇവിടുന്ന് കാനഡയിലേക്ക് എത്താൻ ആവശ്യമായ ഇന്ധനത്തിനേക്കാളും കുറേ കൂടി കൂടുതൽ അളവ് ഇന്ധനം നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ സാർ, ശരിയാണ്, നമുക്ക് ഇവിടുന്ന് കാനഡയിലേക്ക് പുറപ്പെട്ട് എത്താൻ ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ ഇന്ധനം നമ്മുടെ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ചിന്തിക്കുകയാണ്, ആ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന ഈ തുർക്കി ബോർഡറുള്ള ആ എയർപോർട്ടിൽ നിന്ന് കാനഡിയൻ എയർപോർട്ടിലേക്ക് എത്താൻ ആവശ്യമായ ആ ഇന്ധനത്തിൽ കളവിൽ കവിഞ്ഞ ആ ഇന്ധനം ഉണ്ടല്ലോ, ആ ഇന്ധനം അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര ആളെ കയറ്റാൻ പറ്റുമെന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കോപ്പറേറ്റിനോട് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിനൊരു ഉത്തരം തെളിഞ്ഞു വരികയാണ്. ഏതാണ്ട് ഒരു 10-30 ആളെയും കൂടി ആ വിമാനത്തിൽ കയറ്റാൻ പറ്റിയേക്കും എന്നൊരു ചിന്ത വരികയാണ്. അതുപ്രകാരം ഇവർ രണ്ടുപേരും കൂടി ചെയ്ത കാര്യം എന്താണെന്നറിയോ? ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഇന്ധനം, എക്സസ് ഇന്ധനം, അതായത് ആ പ്രസ്തുത എയർപോർട്ടിൽ നിന്ന് കാനഡ വരെ എത്താനുള്ള ആവശ്യമായ ഇന്ധനത്തിലേക്ക് ആ അളവിൽ കവിഞ്ഞ എക്സസ് ഇന്ധനം അവരവിടെ വേറൊരു ബാരലിലേക്ക് ചോർത്തിക്കളയുകയും എന്നിട്ട് അപ്പോൾ ആ വിമാനത്തിൻ്റെ തൂക്കം കുറഞ്ഞല്ലോ അല്ലേ, ഇത്രയും ഇന്ധനം പോയി കഴിയുമ്പോൾ വിമാനത്തിൻ്റെ തൂക്കം കുറയും, അപ്പോൾ അതിൻ്റെ ആ ഒരു എയർ കപ്പാസിറ്റി കറക്റ്റാവും. അതിനുശേഷം എന്ത് ചെയ്തു, ആ എക്സസ് ആയിട്ട് ഒരു പുറത്തേക്ക് കളഞ്ഞ ഇന്ധനത്തിൻ്റെ വെയിറ്റിന് തുല്യമായിട്ട് അത്രയും ആളുകളെ, ഏകദേശം 36 ആളുകളെ വീണ്ടും ആ വിമാനത്തിലേക്ക് കയറ്റി വരും. എന്നിട്ട് 150 ആളുകൾ പോകേണ്ട വിമാനം 186 ആളുകളെയും കൊണ്ട് കാനഡയിൽ ചെന്ന് ഇറങ്ങി.
ഇത് വലിയൊരു ചരിത്രമായി. കാരണം പെട്ടെന്നൊരു ഒരു നിർണായക സാഹചര്യത്തിൽ ഇത്രയും ആളുകളെ അവിടെ എത്തിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, എങ്ങനെ ഒരാളെയും കൂടി എക്സ്ട്രാ കയറ്റിക്കൊണ്ട് പോകാം, എന്ത് മാർഗത്തിൽ നമ്മളൊരു നടപടി എടുത്താലാണ് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുക എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയും വളരെ ക്രിയാത്മകമായ ഒരു ഐഡിയ അദ്ദേഹം അവിടെ പ്രയോഗിക്കുകയും ചെയ്തതിലൂടെ എന്ത് സംഭവിച്ചത്, അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു 36 ആളെയും കൂടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റി അല്ലേ. എല്ലാവരെയും പറ്റിയില്ലെങ്കിലും കുറച്ച് പേരും കൂടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ഈ ജിം എമിലിയോ ഫ്രോഷി എന്ന് പറയുന്ന ഈ ഒരു പൈലറ്റിൻ്റെ ഈ ഒരു നടപടി വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ഈ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ള ലോക നേതാക്കന്മാർ ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണൊരു സിറ്റുവേഷൻ, ഒരു നിർണായക സിറ്റുവേഷനാണ് അല്ലേ. നിങ്ങൾ ഈ പൈലറ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ സ്വയം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. നിങ്ങളാണ് ഇങ്ങനെ പോകുന്നത്, സിറിയയിലേക്ക് നിങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങളെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിനും 10 ഇരട്ടി ആളുകൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഒരാളെ എക്സ്ട്രാ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം വരുമ്പോൾ വളരെ ബ്രില്യൻ്റായിട്ട് ഈ പൈലറ്റ് ആലോചിക്കുകയാണ്. ആ ഇന്ധനം കുറച്ചിട്ട് അങ്ങനെ വിമാനത്തിൻ്റെ വെയിറ്റ് കുറച്ച് ആ തൂക്കത്തിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ കൂടി കയറ്റിയിട്ടാണ് ഇദ്ദേഹം ആ വിമാനം പിന്നീട് പറത്തിയത്. അങ്ങനെ കുറച്ച് പേരെയും കൂടി അതിന് രക്ഷിക്കാൻ പറ്റി. ഈ സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള വിമാനങ്ങളും കൂടുതൽ ആളുകളെ സിറിയയിൽ നിന്ന് കാനഡയിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനൊരു റോൾ മോഡൽ നമ്മൾ കാണിക്കുകയാണ് അല്ലേ. ഒരു പുതിയൊരു ആശയം വളരെ കൃത്യമായിട്ട് ഒരാൾ ചെയ്ത് കാണിക്കുമ്പോൾ അത് ബാക്കിയുള്ള ആളുകൾ കൂടി ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ടാകും. അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു കേസ് സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവാണ് ഒരു കരിയർ കൗൺസിലറിന് അടുത്തതായിട്ട് ആവശ്യമുള്ള ഏറ്റവും വലിയ ഘടകം അല്ലേ. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ പഠിച്ചിട്ട് അവന് എന്താണ് അവൻ്റെ പ്രശ്നം, അവന് ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ പറ്റുന്ന മേഖല എന്താണ്, എവിടെയാണ് അവന് പാകപ്പിഴവ് സംഭവിക്കുന്നത്, അതിന് എങ്ങനെ നമുക്ക് പഴുതടച്ചൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് വിലയിരുത്തി അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്കൊരു കരിയർ കൗൺസിലർ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു വലിയൊരു കാര്യം, ഒരു സ്കില്ല്, നമ്മുടെ കരിയർ കൗൺസിലർക്കുടെ ഏറ്റവും വലിയ സ്കില്ലുകളിൽ ഒന്നായിട്ട് ഇനി എനിക്ക് പറയാനുള്ള കാര്യമാണ് ഡെസിഷൻ മേക്കിംഗ്. വാട്ട് ഡു യു മീൻ ബൈ ഡെസിഷൻ മേക്കിംഗ്? ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നത്തിങ് ബട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കരിയർ കൗൺസിലർ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു അഗ്രഗണ്യനായിരിക്കണം. എന്തുകൊണ്ട്? കാരണം അയാളുടെ തീരുമാനങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അയാൾക്ക് നിസ്സാരമായ തീരുമാനങ്ങളായിരിക്കില്ല. ആ തീരുമാനങ്ങൾ എന്തെങ്കിലും പാകപ്പിഴവ് വന്നാൽ പോലും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. വളരെ ആ തീരുമാനം നല്ല തീരുമാനമാണെങ്കിൽ അതിന് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലും ഈ കരിയർ കൗൺസിലറിൻ്റെ ഭാവിയിലും പ്രൊഫഷനിലൊക്കെ വളരെ കാര്യക്ഷമമായിട്ടൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നേരെ മറിച്ച് അയാൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിലോ അത് ആ വിദ്യാർത്ഥിയുടെ ജീവിതവും ബാധിക്കും, അവൻ്റെ പേരൻസിൻ്റെ എഫക്റ്റ് ബാധിക്കും, ഒരുപാട് പേരുടെ കണ്ണീര് കാണാൻ അത് കാരണമാകും. സെയിം ടൈം ഈ പ്രൊഫഷണലി ഈ കരിയർ കൗൺസിലർക്ക് ഒരു വീഴ്ച സംഭവിക്കുകയും ചെയ്യും. കാരണം അയാൾ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു വഴിയെ പോയ ഒരാൾക്ക് അവിടെ ഒരു കാലിടറി അല്ലെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല, ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് ഇയാൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡെസിഷൻ മേക്കിംഗ് നമുക്ക് ആ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ, കുറച്ച് കഥകൾ, നമ്മുടെ റിയൽ ലൈഫിൽ നടന്ന കുറച്ച് സാഹചര്യങ്ങൾ, കഥകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഉദാഹരണങ്ങളാണ്. എങ്ങനെയാണ് ചില പ്രമുഖ വ്യക്തികൾ, നമുക്ക് ചുറ്റുമുള്ള പൊളിറ്റിക്സിലും വലിയ വലിയ പദവികളിലൊക്കെ ഇരുന്ന ആളുകൾ നിർണായകമായ ചില സന്ദർഭങ്ങളിലെടുത്ത ചില ഡെസിഷൻസിൻ്റെ സ്റ്റോറീസാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ വെറുതെ ഒരു കഥ കേട്ട് പോവുക എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അന്തഃസത്ത മനസ്സിലാക്കി അതിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അപ്പോൾ അവരെടുത്ത ആ തീരുമാനങ്ങൾ, ആ തീരുമാനത്തിന് പിന്നിൽ അവരുപയോഗിച്ച ആ ലോജിക്കുകൾ എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആരാന്ന് മനസ്സിലായി? ചിത്രത്തിൽ കാണുന്നത് ഓക്കെ, ചെറിയൊരു ക്ലൂ തരാം. മലയാളിയാണ്, നമ്മുടെ ഒറ്റപ്പാലം അല്ലെ, പാലക്കാട്ടുകാരനാണ്.
മാത്രമല്ല ഇവിടുന്ന് പോയി തമിഴ്നാടിനെ ഇളക്കി മറിച്ച ഒരാളാണ്. MGR അറിയില്ലോ എല്ലാവർക്കും, MG രാമചന്ദ്രൻ. അതായത് നമ്മുടെ നാട്ടിൽ മലയാളിയായി ജനിച്ചുകൊണ്ട് പിന്നെ തമിഴ്നാട്ടിലെത്തി, തമിഴ്നാട്ടിൽ സിനിമാ നടനായി കയറി, സിനിമയിൽ സൂപ്പർ സ്റ്റാറായി, പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട്, തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഒരാൾക്ക് മാറിയ ഒരാളാണ്. മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ഇൻ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MGR ആയിരിക്കും, ഡോക്ടർ MG രാമചന്ദ്രൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായൊരു സംഭവമാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ MGR തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. അന്ന് ഇദ്ദേഹം ഒരു പുതിയ സിസ്റ്റം കൊടുത്തു. അന്ന് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം ആ മെഡിക്കൽ കോളേജിലൊക്കെ കുറേ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അതായത് പണ്ടൊക്കെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലൊക്കെ പോയിട്ടാണ് കുട്ടികൾ, ബോംബെയിലൊക്കെ പോയിട്ടാണ് മെഡിക്കൽ വിദ്യാഭ്യാസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ MGRൻ്റെ കാലത്താണ് തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ട് ഇതൊക്കെ തുടങ്ങിയത്. എന്താ പറയുക, മെഡിക്കൽ കോളേജിലൊക്കെ തുറക്കുകയും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ തന്നെ വെച്ചുകൊണ്ട് ആ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായതുമൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഉണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MGR CM ആയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അന്ന് തമിഴ്നാട്ടിലാകെ വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ. ആ മെഡിക്കൽ കോളേജുകളിൽ വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട, വളരെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട 10 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം കൊടുക്കും. ഓക്കെ, അതിൻ്റെ എല്ലാ ചിലവും ഗവൺമെൻറ് വഹിക്കും. അങ്ങനെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അദ്ദേഹം സംഭവിച്ചു, തൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പുതിയ സ്കീം കൊണ്ടുവരികയാണ്. വളരെ പാവപ്പെട്ട 10 കുട്ടികൾക്ക് അദ്ദേഹം ഈ മെഡിക്കൽ കോളേജുകളിൽ സൗജന്യമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം സ്വീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതിൻ്റെ എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കും. ഓക്കെ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു പത്രത്തിലൂടെ അറിയിക്കുകയാണ്, TV-യിലൂടെയും പത്രത്തിലൂടെയൊക്കെ ജനങ്ങളെ അറിയിക്കുകയാണ്, ഇങ്ങനെ 10 കുട്ടികൾക്ക് അവസരമുണ്ട് എന്നിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ അപേക്ഷ അയക്കുകയാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചതിലും എത്രയോ പല ഇരട്ടി ആളുകളാണ് അപേക്ഷ അയച്ചിട്ടുള്ളത്. ഏകദേശം 2000-ഓളം ആളുകൾ അന്ന് അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് കീഴിലുള്ള IAS ഓഫീസർമാരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വന്ന അപേക്ഷകളെ സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എല്ലാം വളരെ നന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ഈ 2000-ഓളം അപേക്ഷകളിൽ നിന്ന് ഏറ്റവും യോഗ്യരായ 10 പേരെ സെലക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇദ്ദേഹം ഏൽപ്പിച്ചു. അത് പ്രകാരം ഈ ഉദ്യോഗസ്ഥന്മാർ അവരെ പണി തുടങ്ങി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഒരു 50 വരെ എത്തിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഈ 2000 നിന്ന് ഒരു 50 വരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അവസാനം ഈ 50 അപേക്ഷകളുമായിട്ട് ഇവരെന്ത് ചെയ്തു, നേരെ MGR സാറിൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നു. സാർ, ചെറിയൊരു സഹായം വേണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. സാർ, ഈ വന്നിട്ടുള്ള അപേക്ഷകളിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പണിപ്പെട്ടിട്ട് ഈ 2000 എന്നുള്ള അപേക്ഷകളെ ഞങ്ങൾ 50 ആയിട്ട് ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 50 എണ്ണങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഞങ്ങൾക്കൊരു 10 എണ്ണം സെലക്ട് ചെയ്യാൻ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ വളരെ എത്രയൊക്കെ ആലോചിച്ചിട്ടും എന്തെല്ലാം രീതിയിൽ ഞങ്ങൾ നോക്കിയിട്ടും ഈ 50 എണ്ണവും ഒരേപോലെ ഈ സ്കോളർഷിപ്പിന് അർഹതപ്പെട്ട ആൾക്കാരായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് സാറ് ഒന്ന് നോക്കൂ, സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കൂ, എങ്ങനെയെങ്കിലും ഇതിനൊരു 10 പേരെ സാറ് സെലക്ട് ചെയ്യാൻ പറ്റുമോ സാർ നോക്കൂ എന്ന് പറഞ്ഞു. ഉടനെ MGR പറഞ്ഞു, ഓക്കെ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, നിങ്ങൾ ഒന്ന് പുറത്ത് നിൽക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ MGR ഈ ഫയലൊക്കെ എടുത്ത് തന്നെ പരിശോധിക്കാൻ തുടങ്ങി. ഈ IAS ഓഫീസർമാർ പുറത്ത് നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ MGRൻ്റെ റൂമിൽ നിന്ന് ഒരു ബെല്ലടി കേട്ടു. ഉടനെ ഇവരെല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ചെന്നപ്പോൾ MGR എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 അപേക്ഷകൾ എടുത്തതിനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, ഇതാണ് ഈ സ്കോളർഷിപ്പിന് ഏറ്റവും അർഹതപ്പെട്ട 10 പേർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ 10 അപേക്ഷകൾ അവർക്ക് ഇദ്ദേഹം കൈമാറുകയാണ്. ഇത് കേട്ടപാടെ ആ IAS ഓഫീസർമാർ വളരെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, സാറേ, സാറ് ഈ സെലക്ട് ചെയ്ത ഈ 10 അപേക്ഷകളും പക്കയാണ് സാറേ, ശരിയാണ്, സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ കറക്റ്റാണ്, ഇതിൽ നിന്ന് ഏറ്റവും അർഹതപ്പെട്ട 10 പേരാണ് സാറ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഇത്രയും IAS ഓഫീസർമാർ ദിവസങ്ങളോളം പണിപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഇത് 50-ലേക്ക് എത്തിക്കാനേ പറ്റുള്ളൂ. ഈ 10 പേരെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ സാർ എങ്ങനെയാണ് ഈ 10 മിനിറ്റ് കൊണ്ട് ഈ 10 പേരെ, ഏറ്റവും അർഹരായ 10 പേരെ ഈ 50 പേരിന് സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ MGR പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ഞാൻ ഈ 50 അപേക്ഷകളും പരിശോധിച്ചു. ഏതെല്ലാം അപേക്ഷകളിലാണോ അപേക്ഷകൻ്റെ പിതാവിൻ്റെ ഒപ്പിൻ്റെ സ്ഥാനത്ത് ഒപ്പിന് പകരം കൈനാട്ട്, അല്ലേ, നമ്മുടെ ഈ വിരലടയാളം പതിപ്പിച്ചിട്ടുള്ളത്, അവരൊക്കെ പാവപ്പെട്ട അച്ഛൻ്റെ മക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം വിദ്യാഭ്യാസമില്ലാത്ത
അല്ലേ, സ്വന്തം ഒപ്പിടാൻ പോലും അറിയാത്ത പാവപ്പെട്ട കുടുംബത്തിലെ അച്ഛൻ്റെ മക്കളാണ് അവരെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കോളർഷിപ്പിന് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ അവർ തന്നെയാണ് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. അപ്പോഴാണ് ഈ IAS ഓഫീസർമാർക്ക് അതൊരു ഒരു വെളിപാടുണ്ടത്. ശരിയാണല്ലോ, അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. കാരണം അവർ ചിന്തിക്കാത്തൊരു കാര്യമാണ് MGR ചിന്തിച്ചത്. MGR എന്ത് വിദ്യാഭ്യാസം ഉണ്ടാവും? അത്ര വിദ്യാഭ്യാസമുള്ള ആളൊന്നും ആയിരുന്നില്ല ഡോക്ടർ MGR എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ പ്രാക്ടിക്കൽ മൈൻഡ്, അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നതാണ് അവിടെ പ്രയോഗിച്ചത്. വളരെ ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം വളരെ നല്ലൊരു തീരുമാനം അവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ ഇതുപോലെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് വളരെ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു എഫേർട്ട് അത് വിജയം കാണുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ IAS പോലുള്ള വിദ്യാഭ്യാസം നേടിയ, അല്ലെ, വലിയ പരീക്ഷകളൊക്കെ പാസ്സായിട്ട് വന്ന ആ ഉദ്യോഗസ്ഥർക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യം വളരെ പ്രായോഗികമായിട്ടൊരു ബുദ്ധിയിലൂടെ MGRന് പരിഹരിക്കാൻ സാധിച്ചു. അദ്ദേഹം അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കുകയും ചെയ്തു. അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു ഫാക്ടർ, നിർണായകമായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. നമ്മളൊരു വിഷയം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു, ഓൾ പ്രോബ്ലംസ് ആർ കമ്മിങ് ആസ് എ കോംബോ പാക്ക്. അപ്പോൾ പ്രോബ്ലം പ്ലസ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഡെസിഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നല്ല പ്രോബ്ലംസ്, ആ പ്രോബ്ലത്തിന് കൂടെ ഒരു നല്ല സൊല്യൂഷനും ഉണ്ടാകും. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നല്ല ഡെസിഷൻ അവിടെ താനെ ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് ഒരു വിദ്യാർത്ഥി വന്നിട്ട്, സാറേ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ എന്ത് റൂട്ടിലേക്ക് മുമ്പോട്ട് പോകണം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവന് വേണ്ടി തീരുമാനം എടുക്കുന്നത് മിക്കവാറും നമ്മളായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്യേണ്ടത്, നല്ല തീരുമാനം എടുക്കാൻ അവനെ സഹായിക്കുകയാണ് വേണ്ടത്, അല്ലേ? അവന് ഏറ്റവും ഇണങ്ങുന്ന, അവന് ഏറ്റവും ഉതകുന്ന ഒരു കരിയർ മേഖലയിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ അവനെ സഹായിക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ആ തീരുമാനം എടുത്തിട്ട് അത് അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയല്ല. അപ്പോൾ ആ ഒരു ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ അവനെ സ്വയം പ്രാപ്തനാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അവൻ്റെ പാരൻസിനെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രക്രിയയിലേക്ക് അവനെ കൂടുതൽ പാകപ്പെടുത്തുകയും എൻഹാൻസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് നല്ലൊരു ഡെസിഷൻ എടുക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ നമുക്ക് ആ കഴിവുണ്ടെങ്കിലാണ് നമുക്ക് വേറൊരാൾക്ക് നമുക്ക് ആ ഒരു കാര്യത്തിൽ നല്ല സപ്പോർട്ടും ഹെൽപ്പും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണോ MG രാമചന്ദ്രൻ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ആർക്കും ഒരു പരാതി പറയാനില്ലാത്ത രീതിയിലുള്ള പഴുതടച്ച ഒരു തീരുമാനം എടുത്തത്, വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ പിൻബലത്തിൽ നല്ലൊരു തീരുമാനം എടുത്തത്, അതുപോലെ നിങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളെ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. ഇതിൽ ആദ്യത്തെ ആളെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയേ ആരാണെന്ന്. ഞാനൊരു ചെറിയൊരു ക്ലൂ കൂടി തരാം. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മിഡ് ഡേ മീൽ എന്ന് പറയുന്ന സ്കീം അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, തമിഴ്നാടിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടുതൽ കുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും മിഡ് ഡേ മീൽ, ഉച്ചഭക്ഷണം എന്ന് പറയുന്ന സമ്പ്രദായം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല, നമ്മൾ വ്യക്തമായി അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ സ്കീം കൊണ്ടുവന്ന ദീർഘദർശിയായിട്ടൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ രണ്ടാമത്തെ വ്യക്തി. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ പേര് കാമരാജ് എന്നായിരുന്നു. തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു കാമരാജ്. അപ്പോൾ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കാമരാജും വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവർ പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ 1974 മറ്റൊരു യുദ്ധം ഉണ്ടാവുകയാണ്, ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ച കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ചൈന തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യക്ക് അവിടെ പരാജയം സംഭവിച്ചു. ഇന്ത്യ അവിടെ ദയനീയമായി തോറ്റുപോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യയുടെ കുറേ മേഖല ചൈന കയ്യേറുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യക്കാരെ തോൽപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാരുടെ കയ്യിൽ ആയുധങ്ങൾ വളരെ കുറവായിരുന്നു. ആംസ് ആൻഡ് അമ്യൂണിഷൻസ് വളരെ കുറവായിരുന്നു ഇന്ത്യക്കാരുടെ കയ്യിൽ. അപ്പോൾ ഇത് ചൈനക്കാർക്ക് വിവരം ചോർന്ന് കിട്ടി, ആരോ ചോർത്തി കൊടുത്തു, ഇന്ത്യക്കാരുടെ കയ്യിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് വളരെ കുറവാണ്, ഇപ്പോൾ ഉള്ളത് അവരുടെ കയ്യിലുള്ള അവസാനത്തെ ആയുധശേഖരമാണ്, അതുകൂടി ചോർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞാൽ
അവരെ കയ്യിൽ പിടിച്ചു നിൽക്കാനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ അവർ നിലംപരിശാക്കിയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യം, അവിടെ രണ്ട് സൈഡിലും ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യക്കും ചൈനക്കും നടുവിൽ വലിയൊരു കാടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അവർ വലിയൊരു കാടുണ്ട് ഇന്ത്യക്കും ചൈനക്കും ഇടയിൽ. ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ് ആ കാടിൻ്റെ അവരുടെ ഭാഗം, ചൈനയുടെ അതിർത്തിയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗം മുഴുവൻ അവർ തീ കൊടുത്തു. അപ്പോൾ ഈ കാട്ടിനകത്ത് ഒരുപാട് വന്യമൃഗങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വന്യജീവികളുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ നിന്നാണ് തീ കൊടുത്തപ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കാടിൻ്റെ ഒരു സൈഡ് തീ പിടിച്ചാൽ തീ പിടിച്ചതിന് നേരെ എതിർവശത്തേക്കാളും എല്ലാവരും ഓടുക. അപ്പോൾ നമ്മളായാലും എന്തിനല്ലേ, തീ അവിടെ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഓടുക. അതുപോലെ ഈ കാട്ടുമൃഗങ്ങൾ നേരെ എന്ത് ചെയ്തു, ചൈനയുടെ അതിർത്തി ഭാഗങ്ങളിൽ തീ പിടിച്ചപ്പോൾ അവർ കാട്ടിനുള്ളിൽ കൂടെ ഓടിയിട്ട് ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഓടി. അങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാരിനെ തോക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. രാത്രിയുടെ സമയം, എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, തളർന്ന് ഇരിക്കുകയാണ്. പക്ഷേ അവർ അലേർട്ടാണ്. ഏത് നിമിഷമാണ് ചൈനയുടെ ഭാഗത്തൊരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. എപ്പോൾ ഒരു ആക്രമണം ഉണ്ടായാലും തിരിച്ചാക്രമിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടി ഒരു തോക്കൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഈ സമയത്ത് ആ രാത്രി ഇരുട്ടാണ്, കാര്യമായ വെളിച്ചമൊന്നുമില്ല. ഈ സമയത്താണ് പടപടാ എന്നുള്ള ഒച്ചയാണ് കേൾക്കുന്നത്. അതായത് ഈ ബൂട്ടുകൾ നിലത്താൻ വരുന്ന പോലെ, ആരൊക്കെയോ ബൂട്ടിട്ടിട്ട് ഓടി വരുന്ന പോലുള്ള ശബ്ദം കേൾക്കുകയാണ്, ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതെന്തായിരുന്നു? ഈ മൃഗങ്ങളുടെ കുളമ്പടി ശബ്ദമായിരുന്നു. മൃഗങ്ങളിനെ ഓടി വരുന്നതിൻ്റെ കുളമ്പടി ശബ്ദമാണ് അത് കേട്ടത്. കാടൊക്കെ ഇളക്കി ഇങ്ങനെ വരുന്നത്, അത് മൃഗങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇന്ത്യൻ സൈന്യം അപ്പോഴത്തെ ആ ഒരു രാത്രി, ആ ഒരു സമയത്ത് അവരൊരു കൺഫ്യൂഷനിൽ അവർ ചിന്തിച്ചു പോയി എന്താണ്, അത് ചൈനീസ് പട്ടാളക്കാരാണ് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അവർ തുരുതുര എഴുന്നേറ്റ് വെടിവെക്കാൻ തുടങ്ങി, ചെറപറോ വെടിവെക്കാൻ തുടങ്ങി. ഈ വരുന്നത് മൊത്തം കുറേ ഉണ്ടകൾ കൊണ്ടത് ആർക്കാണ്? ഈ മൃഗങ്ങൾക്കാണ് കൊണ്ടത്, കാട്ടുമൃഗങ്ങൾക്കാണ് കൊണ്ടത്. അവിടെ രണ്ട് കാര്യമാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഓടി വരുന്ന കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നമ്മുടെ കുറേ സൈനികർ മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ആംസ് ആൻഡ് അമ്യൂണിഷൻസ് മുഴുവൻ ഈ മൃഗങ്ങൾക്ക് വരെ പ്രയോഗിച്ചിട്ട് നമുക്ക് തീർന്നു പോവുകയും ചെയ്തു. ഓക്കെ, ഫുൾ ഡ്രൈ ആയി. കാരണം നമ്മൾ പട്ടാളക്കാരെ വെടിവെക്കാൻ വെച്ചുകൊണ്ട് നമ്മൾ വെച്ചത് നമുക്ക് മൊത്തം ആരെയാണ്? ഈ മൃഗങ്ങളായിരുന്നു. അപ്പോൾ കുറേ മൃഗങ്ങളും ചത്തു. ആ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കുറേ പട്ടാളക്കാരും ചത്തു. അത് കഴിഞ്ഞ് ആയുധങ്ങളൊന്നും ഇല്ലാതെ നിന്ന നമ്മുടെ പട്ടാളക്കാരെ ചൈനക്കാർ അപ്പോൾ കയറി ആക്രമിച്ചിട്ട് അവരെ കുറേ പേരെ കൊലപ്പെടുത്തുകയും നമ്മുടെ അതിർത്തി അവർ കയ്യേറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി. ഇതാണ് ഇന്ത്യയുടെ ആ ഒരു യുദ്ധത്തിലുണ്ടായ പരാജയത്തിന് കാരണം എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. യുദ്ധം തോറ്റുപോയല്ലോ, താൻ പ്രധാനമന്ത്രിയായിരിക്കും ഒരു യുദ്ധം ഉണ്ടാവുകയും ആ യുദ്ധത്തിൽ തൻ്റെ രാജ്യം പരാജയപ്പെട്ടു പോവുകയും ചെയ്തല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുകയാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ സമയത്ത് സുഹൃത്തിനെ കാണാനും ആശ്വസിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും വേണ്ടി നമ്മുടെ കാമരാജ് ഡൽഹിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് അങ്ങനെ വളരെ ദുഃഖിച്ചിരിക്കുന്ന നെഹ്റുവിനോട് ചോദിക്കുകയാണ് കാമരാജ്, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നെഹ്റു പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കയ്യിൽ ആയുധശേഖരം വളരെ കുറവായിരുന്നു, ആംസ് ആൻഡ് അമ്യൂണിഷൻസിൻ്റെ ഒരു അഭാവം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെട്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ കാമരാജ് ചോദിച്ചു, നമുക്ക് ഇഷ്ടംപോലെ ഫണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിന് ആയുധങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ, ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്തു. നമ്മൾ അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഒരു കപ്പൽ അമേരിക്കയിൽ നിന്ന് നമുക്കുള്ള ആംസ് ആൻഡ് അമ്യൂണിഷൻസുമായിട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെ എന്തോ അമേരിക്കൻ ഗവൺമെൻറ് സൈഡിൽ എന്തോ ഒരു എതിർപ്പ് വന്നു. എന്തോ ചില ഡോക്യുമെൻ്റ് പോരാ, അത് പറഞ്ഞാൽ എന്തൊക്കെയോ ചില റെഡ് ടേപ്പിസം പറഞ്ഞുകൊണ്ട് അവർ ആ കപ്പൽ അവിടെ പിടിച്ചിട്ടു. സമയത്തിന് ആ കപ്പൽ അവിടുന്ന് പുറപ്പെട്ടില്ല. ഓക്കെ, വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ആ കപ്പൽ അവിടുന്ന് പുറപ്പെടാൻ സമ്മതിക്കാണ്ട് അവിടെ തന്നെ പിടിച്ചിട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിച്ചത്? നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. ഒരു പക്ഷേ സമയത്തിന് ആ കപ്പൽ അവിടുന്ന് പുറപ്പെട്ടിരുന്നെങ്കിൽ, ആ കപ്പൽ ആയുധങ്ങളുമായി കൃത്യസമയത്തോടെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നമ്മൾ വളരെ നിഷ്പ്രയാസം നമ്മൾ ചൈനക്കാരെ പരാജയപ്പെടുത്തിയിട്ടും ഉണ്ടാവുമായിരുന്നു എന്ന് നെഹ്റു പറയുകയാണ്. അപ്പോൾ അത്രയ്ക്കായോ? കാമരാജ് ചോദിക്കുകയാണ്, നമ്മുടെ കൺസൈൻമെൻറ്റ് തടഞ്ഞു വെക്കാൻ മാത്രം ഇവർ അത്ര അഹങ്കാരികളാണോ അമേരിക്കക്കാർ? അപ്പോൾ തിരിച്ചൊരു പണി കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് വെച്ചു. അതിന് അപ്പോൾ നെഹ്റുവും പറയുന്നത് ശരിയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയണം. പക്ഷേ എന്താണെന്നൊരു വഴിയാണ് തെളിഞ്ഞു വരുന്നില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു വഴി തെളിഞ്ഞു വരുന്നില്ല. നമ്മൾ തിരിച്ചങ്ങോട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കപ്പൽ അവിടെ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? നെഹ്റു പറയണം. ഇത് കേട്ടപാടെ കാമരാജ് ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചെങ്കിൽ അദ്ദേഹം ചോദിച്ചു,
അവരുടെ എന്തെങ്കിലും സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അതായത് അമേരിക്കക്കാരുടെ എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് 70കളിലാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മൾ ഗ്ലോബലൈസേഷൻ ഒന്നും ആയിട്ടില്ല. ഇന്നത്തെ പോലെ ഒരുപാട് സ്ഥാപനങ്ങളൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അന്ന് ആകെ 1-2 സ്ഥാപനങ്ങളേ ഉള്ളൂ. അപ്പോൾ നെഹ്റു ആലോചിച്ച് പറഞ്ഞു, അവരുടെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാമരാജ് ചോദിച്ചു, ഏതാണ് ആ സ്ഥാപനം എന്ന് ചോദിച്ചു. ഉടനെ നെഹ്റു പറഞ്ഞു, ബാങ്ക് ഓഫ് അമേരിക്ക. ബാങ്ക് ഓഫ് അമേരിക്ക എന്നുള്ള പേരിൽ ഒരു ബാങ്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്ന ബാങ്കുമാണ്. നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു ബാങ്കാണ്. അത് അമേരിക്കൻ ഗവൺമെൻറ്റിന് ഒരുപാട് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ്. ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് വളരെ സ്ട്രോങ്ങുമാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴെ ഈ കാമരാജ് സാർ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഉടനെ ആ ബാങ്ക് അടച്ചു പൂട്ടാനുള്ള ഏർപ്പാട് ചെയ്യും. ഈ ബാങ്ക് ഓഫ് അമേരിക്കൻ്റെ ഇന്ത്യയിലെ ശാഖ അത് മുംബൈയിലാണ്, അത് ഉടനെ ക്ലോസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. നമ്മുടെ കൺസൈൻമെൻറ്റ് വിട്ടുതരാൻ അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കേണ്ട, അങ്ങനെ പോലും നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണ്ട എന്ന് തീർത്താര് പറഞ്ഞു, കാമരാജ് പറഞ്ഞു. അപ്പോൾ നെഹ്റുവിനെ താലോചിച്ചപ്പോൾ ശരിയാന്ന് തോന്നി. നല്ലൊരു ഒരു മറുമരുന്നാണ്. അവരിങ്ങോട്ട് വന്ന പണിക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാവുന്ന നല്ലൊരു പണി തന്നെയാണ് എന്ത് ഈ പറഞ്ഞ ആശയം. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു, ഒരു ഓർഡിനൻസിലൂടെ ബാങ്ക് ഓഫ് അമേരിക്ക അടച്ചു പൂട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചു. അത് ഉടനെ ഫാക്സ് മൂലം അമേരിക്കക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിട്ടിട്ട് ഈ ബാങ്ക് ഓഫ് അമേരിക്ക പൂട്ടി സീല് വെക്കുകയും ചെയ്തു. ഈ വിവരം അമേരിക്കയിലെത്തി. അവിടുന്ന് ഒരു കോൾ വരികയാണ്, എന്ത് പണി നിങ്ങൾ കാണിച്ചത് എന്ന് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതാണ് അദ്ദേഹം തുറന്നങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ സമയത്തിന് ഞങ്ങളുടെ കൺസൈൻമെൻറ്റ് നിങ്ങൾ വിട്ടു തന്നില്ല, ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായില്ല. അത്തരം സാഹചര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ടീമിൻ്റെ ഒരു സ്ഥാപനവും ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ട, ഞങ്ങൾക്കത് ഇഷ്ടമല്ല, ഞങ്ങളത് അടച്ചു പൂട്ടിയിരിക്കുകയാണ്, നിങ്ങൾ കെട്ടും കെട്ടി പൊയ്ക്കോളൂ എന്ന് നെഹ്റു അങ്ങോട്ട് മറുപടിയും കൊടുക്കുകയാണ്. ഇതിൻ്റെ അനന്തരഫലം എന്താ ഉണ്ടായെന്നറിയോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം ആ കപ്പൽ അവിടുന്ന് പുറപ്പെട്ടു. അതായത് ഇന്ത്യയിലേക്കുള്ള ആയുധശേഖരങ്ങളുമായി മാസങ്ങൾക്ക് മുമ്പേ പുറപ്പെടേണ്ടിയിരുന്ന, അവിടെ അകാരണമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ തടഞ്ഞു വെക്കപ്പെട്ടുന്ന ആ കപ്പൽ ഇങ്ങനൊരു നടപടി എടുത്തതിന് ശേഷം വെറും 48 മണിക്കൂർ കൊണ്ട് അവിടുന്ന് എല്ലാ ക്ലിയറൻസും നേടി പുറപ്പെടുകയും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ അഭ്യസ്തവിദ്യനായിട്ടുള്ള ഒരാളാണ്. നേരെ മറിച്ച് കാമരാജ് എന്ന് പറയുന്ന വ്യക്തി സ്കൂളിൻ്റെ പടി പോലും കാണാത്ത ഒരു പാമരനും. പക്ഷെ ഇവിടെ ഈ നെഹ്റുവിന്, അഭ്യസ്തവിദ്യനായിട്ടുള്ള നെഹ്റുവിന് പോലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൃത്യമായി ഇടപെട്ട് ഏറ്റവും അവസരോചിതമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ പാമരനായിട്ടുള്ള കാമരാജാണ്. ഇത് പ്രാക്ടിക്കൽ മൈൻഡ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അടിസ്ഥാന യോഗ്യതകൾ എല്ലാത്തിനും അപ്പുറത്തായിട്ട് എന്ത് വേണം? നമുക്കൊരു കോമൺ സെൻസ് വേണം, പ്രാക്ടിക്കൽ മൈൻഡ് വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. അതുപോലെ തന്നെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു സൊല്യൂഷൻ കാണാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എവിടെ അടിച്ചാൽ എവിടെ റിസൾട്ട് ഉണ്ടാകും, അല്ലേ? എവിടെ അടിച്ചാൽ എവിടെ വേദനിക്കും, എവിടെ തട്ടിയാൽ എവിടെ ഇളകും എന്ന് അറിയാനുള്ള ആ ഒരു സെൻസ് ഉണ്ടല്ലോ, അതാണ് നല്ലൊരു ഡിസിഷൻ മേക്കറുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഇവിടെ കാമരാജിനെ അറിയാമായിരുന്നു, അവരുടെ എക്കോണമിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പേടിക്കും, അവർ എന്ന് ഇളകുമെന്ന് ആര് മനസ്സിലാക്കി? നമ്മുടെ കാമരാജ് മനസ്സിലാക്കി. പക്ഷേ ഇത്രയും വിദ്യാഭ്യാസമുള്ള നെഹ്റുവിന് പോലും അത് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ചിന്തിക്കണം. അപ്പോൾ വളരെ ഏത് വിദ്യാഭ്യാസവും എത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതകളും സർട്ടിഫിക്കറ്റിനൊക്കെ അപ്പുറത്താണ് പ്രാക്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ അനുഭവജ്ഞാനം, പ്രായോഗിക ജ്ഞാനം എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ അറിവിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ കാമരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ദീർഘവീക്ഷണത്തിലൂടെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടായത്, അതുപോലെ നമ്മൾ ആ വിഷയത്തിനെ നമ്മൾ കൃത്യമായി പഠിച്ച് അതിൻ്റെ മർമ്മം മനസ്സിലാക്കി, എവിടെ അല്ലേ എല്ലാത്തിനും ഒരു മർമ്മം, ഒരു കേന്ദ്രം ഉണ്ടാവും, അല്ലേ? ഒരു പിച്ച് പോയിൻ്റ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്ത് വിഷയമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, ആ വിഷയത്തിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് അതിൻ്റെ ആ ഒരു പോയിൻ്റ്, നമ്മൾ പറഞ്ഞ പോലെ അതിനൊരു പിച്ച് പോയിൻ്റ് മനസ്സിലാക്കുക. എവിടെയാണ് അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ഭൂമി കുലുക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഉറവിടമുണ്ട്, അല്ലേ? അതിന് ചെറുതായിട്ട് അവിടെ നിന്ന് ഇളകിയിട്ടാണ് ഇങ്ങനെ പരന്ന് വന്നിട്ട് ഒരു വലിയ ഒരു പ്രകമ്പനമായിട്ട് മാറുന്നത്. അതുപോലെ അതിൻ്റെ ആ ഉറവിടം
സോഴ്സ് പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായ രീതിയിൽ അതിനെ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് നിർണായകമായ സാഹചര്യങ്ങളിലും എത്രയും നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് നമുക്കതിനെ പഴുതടച്ചുറപ്പിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയേണ്ടതാണ് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇതുപോലൊരു നിർണായക ഘട്ടത്തിലെടുത്ത തീരുമാനം. നമുക്കെല്ലാവർക്കും അറിയാം, അവർ വളരെ നല്ലൊരു ഡിസിഷൻ മേക്കറാണ്. പലപ്പോഴും നിർണായക സാഹചര്യങ്ങളിൽ ഒട്ടും സമയമെടുക്കാണ്ട് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് നമുക്കറിയാം. അവർ ഒന്നിനും പേടിക്കാത്ത വളരെ ഡയറിങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ ഒരിക്കൽ അവരിതേപോലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടായി. ഇന്ത്യയിലെ ഒരു പ്രമുഖ പ്രഭു കുടുംബത്തിലെ ചില അംഗങ്ങൾ സൗദി അറേബ്യ സന്ദർശിക്കുകയും അവിടെ വെച്ച് അവർ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി. അറിയാലോ, അപ്പോൾ ഈ പറഞ്ഞ പോലെ വേശ്യാവൃത്തി പോലുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലൊക്കെ ഇൻഡൽജ് ചെയ്തു, അവരതിൽ ഇടപെട്ടു എന്നുള്ള പേരും പറഞ്ഞ് അവരെ സൗദി ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക മാത്രമല്ല ഒരാഴ്ചക്കകം അവരെ തലവെട്ടി കൊല്ലുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് ഇന്ത്യ ഗവൺമെൻറ്റിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ നിങ്ങളുടെ പൗരന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മൊറാലിറ്റിക്കെതിരെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി അവരെ ഞങ്ങൾ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നിമിത്തം ഈ വരുന്ന വെള്ളിയാഴ്ച ഞങ്ങൾ അവരെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൻ്റെ നിയമം നടപ്പിലാക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് പത്രങ്ങളിലുമൊക്കെ വലിയ വാർത്തയായി വന്നു. അതോടുകൂടി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഒരു ഭയങ്കര പ്രഷർ. കാരണം ഈ പ്രഭു കുടുംബത്തിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഒരു അദാനി അംബാനിയൊക്കെ പോലെയായിരുന്നു അന്നത്തെ ആ ഒരു പ്രഭു കുടുംബം. ആ കുടുംബത്തിൽ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വരെ അട്ടിമറിക്കാൻ കഴിവുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു പ്രഭു കുടുംബമായിരുന്നു അത്. അവരുടെ കുടുംബാംഗങ്ങളുടെ എങ്ങനെ തല വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മറിച്ചിടും, അത്രയ്ക്ക് കെൽപ്പുള്ള ആൾക്കാരായിരുന്നു. ഇത് പ്രധാനമന്ത്രിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് കൃത്യമായിട്ട് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ എങ്ങാനും അവരുടെ തല വെട്ടിക്കഴിഞ്ഞാൽ അത് തൻ്റെ പ്രധാനമന്ത്രി പദവിയും തൻ്റെ മന്ത്രിസഭയ്ക്കും തന്നെ എത്രത്തോളം ദോഷകരമാവുമെന്ന് കൃത്യമായിട്ട് ഈ ലേഡിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും പറഞ്ഞു നോക്കി. സൗദി ഗവൺമെൻറ്റിന് ഒരുപാട് ദൂതന്മാരെ അയച്ചു, ഒരുപാട് കത്തയച്ചു, നേരിട്ട് പോയി അപേക്ഷിച്ചു, പല രീതിയിൽ ചെയ്തിട്ടും അവരാരും ഒന്നിനും തയ്യാറായില്ല. സൗദി ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ നിയമം ഇതാണ്, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ നിയമം നടപ്പിലാക്കിയിരിക്കും, നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും ശരി ഞങ്ങൾ ഞങ്ങളുടെ റൂളുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, ഞങ്ങളുടെ റൂള് പ്രകാരം ഇങ്ങനെയാണ്. ഒരാൾ ഇമ്മോറൽ ട്രാഫിക്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത്, അതൊരു വലിയ കുറ്റം തന്നെയാണ്, അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അവൻ്റെ തല വെട്ടുകയാണ് ഞങ്ങളുടെ നിയമം, ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, ഒരു നിലക്കും പിന്മാറാൻ പറ്റില്ല എന്ന് സൗദി ഗവൺമെൻറ് തീർത്തങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധി ആലോചിച്ചു അപകടമാണ്, കാരണം അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ പൊളിറ്റിക്കൽ കരിയർ ബാധിക്കും, തൻ്റെ പ്രധാനമന്ത്രി പദം പോകും, തൻ്റെ മന്ത്രിസഭ കുത്തഴിഞ്ഞ് വീഴും, എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ലേഡീനെ ആലോചിച്ചപ്പോഴാണ് അവർക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആശയം അവരെ തലയിൽ തോന്നിയത്. അവരെന്താ ചെയ്യുന്നതറിയോ, അപ്പം തന്നെ കൊൽക്കത്ത, മുംബൈ പോലുള്ള സ്ഥലങ്ങളിലെ ഈ പോലീസ് മേധാവികളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മുംബൈയിലെ ഈ ചുവന്ന തെരുവുണ്ടല്ലോ, റെഡ് സ്ട്രീറ്റ് എന്ന് പറയും നമ്മൾ, ചുവന്ന തെരുവ്, അതുപോലെ കൊൽക്കത്തയിലെ സോനാഗാച്ചി, ഓക്കെ, അതുപോലെ കാമാത്തിപുര ഒക്കെ പോലുള്ള സ്ഥലങ്ങൾ അവിടെ റെയ്ഡ് ചെയ്യണം. മുംബൈയിലെ കാമാത്തിപുര, കൊൽക്കത്തയിലെ സോനാഗാച്ചി പോലുള്ള ഈ പ്രധാനമായിട്ടും ഈ വേശ്യാവൃത്തികൾ നടക്കുന്ന, മാംസക്കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഈ ലൈംഗികദാഹികളായിട്ടുള്ള ആളുകൾ കടന്നു പോകുന്ന സ്ഥലമാണ് ഈ ഇതുപോലുള്ള ചുവന്ന തെരുവുകൾ. അപ്പോൾ അവിടേക്ക് ഒരു റെയ്ഡ്, ഒരു മിന്നൽ പരിശോധന നടത്തണം, പെട്ടെന്ന് നടത്തണം. നടത്തിയിട്ട് GCC പൗരന്മാരായിട്ടുള്ള ആരെ കണ്ടാലും ഉടനെ പൊക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അത് സൗദി മാത്രമല്ല, UAE ആയിക്കോട്ടെ, കുവൈത്ത് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, GCC പൗരന്മാരായിട്ടുള്ള ആരെ കണ്ടാലും ഉടനെ പൊക്കിക്കോളൂ, അവർ ജയിലിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 5ഓളം പൗരന്മാരെ, GCC പൗരന്മാരെ, അറബ് പൗരന്മാരെ ഈ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പിടികൂടുകയും അവരെ തീഹാർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഉടനെ ഇവർ ഇങ്ങോട്ട് അയച്ച പോലെ അതാത് രാജ്യങ്ങളിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ സൈഡിൽ നിന്ന് ഒരു ലെറ്റർ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളുടെ രാജ്യത്തിൽപ്പെട്ട അതായത് നിങ്ങളുടെ നാട്ടിലെ പൗരനായ ഇന്ന വ്യക്തിയെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇമ്മോറൽ ട്രാഫിക്കിന് പിടികൂടിയിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ നിയമപ്രകാരം ഞങ്ങൾ അവരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കത്തയക്കുകയാണ്. അതിൽ കുവൈത്തികളുണ്ടായിരുന്നു, ഒമാനികളുണ്ടായിരുന്നു, ഇറാഖികളുണ്ടായിരുന്നു. ഇവരൊക്കെ ആയപ്പോൾ ഇത് ആകെ പ്രശ്നം. അവരും അവരവരുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അതോടുകൂടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്നൊക്കെ ഇന്ദിരാഗാന്ധി വിളിക്കുകയാണ്.
ഇന്ദിരാഗാന്ധി എടുക്കുമ്പോൾ ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിലെ 2-3 കാര്യപ്പെട്ട പൗരന്മാരെ സൗദിക്കാരിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെ ഈ വരുന്ന വെള്ളിയാഴ്ച തലവെട്ടി കൊല്ലുന്നതാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അത് അവരെ നാട്ടിലെ നിയമമാണ്, അത് നടപ്പിലാക്കി അടങ്ങുന്നതാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലെ നിയമമാണ്. സെയിം തെറ്റ് നിങ്ങളുടെ നാട്ടിലെ പൗരന്മാർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഇനി വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ നാട്ടിലെ നിയമം പോലെ ഞങ്ങളത് നടപ്പിലാക്കുകയും ചെയ്യും എന്നും പറഞ്ഞു. എന്തൊക്കെ ശ്രമിച്ചിട്ടും ഇന്ദിരാഗാന്ധി അവരുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങിയില്ല. ഇനി നമ്മുടെ പൗരന്മാരെ തലവെട്ടാൻ ആകെ 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഇവരുടെ ഈ മറുപടി കേട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റ് GCC രാജ്യങ്ങളിലെ പൗരന്മാരുണ്ടല്ലോ, അത് നമ്മൾ പിടികൂടിയ രാജ്യങ്ങളിലെ പൗരന്മാർ അവരുടെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? സൗദിക്ക് പ്രഷർ കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് വിടണം, ആ ആൾക്കാരെ വിട്ടയക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പൗരന്മാരെ തലവെട്ടും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് സൗദിക്ക് പ്രഷർ കൊടുക്കാൻ തുടങ്ങി. ഇത് പല രീതിയിലും രാജ്യങ്ങൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം. ഇങ്ങനെ മറ്റു GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളുടെ പ്രഷറാണ് ചെന്നപ്പോൾ സൗദി ഭരണാധികാരിക്ക് ആ പ്രഷറിന് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം ആ 2 ഇന്ത്യൻ പൗരന്മാരെയും വിട്ടയക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ആ നല്ല തീരുമാനത്തിലൂടെ അവർക്ക് അവരുടെ ആ ഒരു ഭരണം നിലനിർത്താനും നമ്മുടെ ആ 2 ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്താനും സാധിച്ചു. അത് സംഗതി അവരെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അത്രയും വലിയൊരു ഒരു ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു വലിയൊരു വീഴ്ചയിൽ നിന്ന് തൻ്റെ മന്ത്രിസഭയെ രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിച്ചു. അപ്പോൾ ഇത് ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ത്രില്ലാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഉചിതമായ സമയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവാണ് ഒരു ഭരണാധികാരിക്ക് ഉണ്ടായിരിക്കേണ്ടത്. എന്നപോലെ തന്നെ ഒരു കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വളരെ നിർണായകമാണ്. ഇതുപോലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനോ അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ഇപ്പോൾ കാമരാജ് ചെയ്ത പോലെ തന്നെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി എടുത്തത്, അല്ലേ? എവിടെ അടിച്ചാൽ എവിടെ റിപ്പിൾസ് ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കരിയർ കൗൺസിലറുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ നല്ല തീരുമാനം എടുക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഏകദേശം ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റും. ആ കാര്യം ഇതാണ്, ദി സ്റ്റാൻസ്ഫോർഡ് എക്സ്പെരിമെൻറ്റ് എന്നൊരു റിയൽ ലൈഫായിട്ട് സംഭവിച്ചൊരു കാര്യം കേട്ടോ. അതായത് ശരിക്കും ഉണ്ടായൊരു സംഗതിയാണ് ദി സ്റ്റാൻസ്ഫോർഡ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഒരു എക്സ്പെരിമെൻ്റാണ് ദി സ്റ്റാൻസ്ഫോർഡ് എക്സ്പെരിമെൻറ്റ്. സ്റ്റാൻസ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നടന്നൊരു പരീക്ഷണമാണ് ഈ സ്റ്റാൻസ്ഫോർഡ് എക്സ്പെരിമെൻ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ടല്ലോ ആളുകളുടെ, അതായത് അവിടെ പഠിക്കുന്ന MBA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡെസിഷൻ മേക്കിംഗ് സ്കിൽസിനെ അളക്കാൻ വേണ്ടി അവർ നടത്തിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാൻസ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അവിടുത്തെ MBA സ്റ്റുഡൻസിനെ അവർ പല ഗ്രൂപ്പായി തിരിച്ചു. 5 വിദ്യാർത്ഥികൾ വീതമുള്ള പല ഗ്രൂപ്പുകളാക്കി തിരിച്ചു. എല്ലാവരുടെ കയ്യിലും ഒരു കവർ കൊടുത്തു, ഒരു എൻവലപ്പ്. ആ എൻവലപ്പിനകത്ത് $5 ഉണ്ടാകുമായിരുന്നു. എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിക്കാർ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് പകൽ മുഴുവൻ സമയമുണ്ട്, ഓക്കെ, ഒരു പകൽ മുഴുവൻ സമയമുണ്ട്. ഈ $5 ഒരു എന്താ പറയുക സീഡ് ഫണ്ടും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ $5 പുറത്തേക്ക് പോവുക. നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഈ $5 ഇന്ന് വൈകുന്നേരം 4 മണി ആകുമ്പോഴത്തേക്കും എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം ഇരട്ടിയാക്കി നിങ്ങൾക്ക് അതിൻ്റെ ഇത് കൂട്ടാൻ പറ്റുമോ അത്രയും നിങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരിക്കണം. അത് $5 നിങ്ങൾക്ക് $5 ലക്ഷം ആക്കാൻ പറ്റുമോ, 5 കോടി ആക്കാൻ പറ്റുമോ, എത്രയായാലും കുഴപ്പമില്ല. പക്ഷേ ആരാണോ ഏറ്റവും കൂടുതൽ അമൗണ്ട് ആക്കി കൊണ്ടുവരുന്നത്, ഈ $5 ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അമൗണ്ട് ഉണ്ടാക്കുന്നത് ആരാണോ അവരായിരിക്കും ഈ ഇതിലെ വിന്നേഴ്സ് എന്ന് പറഞ്ഞു. അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള ഫണ്ടിങ് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ചെയ്യുന്നതാണെന്നും അറിയിച്ചു. ഓക്കെ, അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതേ ദിവസം വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇവർ പുറത്തു പോയിട്ട് ഈ പൈസ ഇരട്ടിപ്പിച്ചതിന് ശേഷം അതേ ദിവസം 4 മണിയാകുമ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റീൻ്റെ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ അസംബിൾ ആവണം. അവിടെ ആ കോളേജിലെ എല്ലാ കുട്ടികളും അവിടെ ഇരിക്കുന്നുണ്ടാവും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവർ പ്രസൻറ്റ് ചെയ്യണം. 5 മിനിറ്റ് സമയം ഓരോ ടീമിനും കിട്ടും. ആ ഓരോ ടീമും അവിടെ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യണം, നിങ്ങൾ എത്ര രൂപയാണ് ഉണ്ടാക്കിയത്, ഈ $5 സീഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എത്ര രൂപയാണ് ഉണ്ടാക്കിയത്, അത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം.
അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, ഞങ്ങൾ അത് വിലയിരുത്തിയിട്ട് ആരുടെ ആശയമാണോ നല്ല ആശയം, ആരാണോ ഏറ്റവും കൂടുതൽ നല്ല പൈസ ഉണ്ടാക്കിയത്, ഇതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് സമ്മാനം പ്രഖ്യാപിക്കും എന്നും പറഞ്ഞു. നല്ല കളിയല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് അത് പുറത്തേക്ക് പോവുകയും ആ പണവുമായിട്ട് അവർ പുറത്തേക്ക് പോയി. ഇതിൽ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടിയ ആ ടീമുണ്ടല്ലോ, അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഈ 3ാം സ്ഥാനം കിട്ടിയ ടീം ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ നേരെ പോയിട്ട് അന്വേഷിച്ചു ആരാണ് ഈ ഗെയിമിന് പിന്നിൽ എന്നുള്ളത്. തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് സാറാണ് ഈ ഗെയിം ഉണ്ടാക്കിയതെന്ന് അന്വേഷിച്ചു. അപ്പോൾ ആ സാറിനെ അവർക്ക് പിടികിട്ടി. അവർ ആ സാറിനെ പേഴ്സണലി പോയി കണ്ടിട്ട് ആ $5 ആ സാറിന് കൈക്കൂലിയായിട്ട് കൊടുത്തു, ഫീസ് പോലെ കൊടുത്തു, കൺസൾട്ടിങ് ഫീസായി കൊടുത്തിട്ട് അയാളോട് ചോദിച്ചു, സാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ കുറേ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ആശയങ്ങൾ വെച്ചും കൊണ്ട് അവർ കുറച്ച് പൈസ ഉണ്ടാക്കി. അങ്ങനെ ഒരു 3rd പ്രൈസ് വിന്നേഴ്സായിട്ട് മാറി. ഓക്കെ, കൊള്ളാം. ഇനി 2ാമത്തെ ടീം, 2ാം സ്ഥാനം കിട്ടിയ ടീം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, $1 കൊടുത്തിട്ട് ഒരു ടോക്കൺ എടുക്കണം. അവിടുന്ന് ടോക്കൺ വെച്ചാൽ ഒരു ബസറാണ്, ആ ബസർ എടുക്കണം. അപ്പോൾ നമ്മൾ ആ ബസർ എടുത്ത ഓർഡറിൽ നമ്മൾ അതേപോലെ പോയി ക്യൂ നിൽക്കുകയും വേണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബസറിലേക്ക്, അല്ലേ, നമ്മൾ ആ ടേബിൾ കാലിയായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബസറിലേക്ക് ആ എടുത്ത അതേ ഓർഡറിൽ ഒരു ബീപ്പ് ശബ്ദം വരും. ബസർ ഇങ്ങനെ ബീപ്പ് ചെയ്യും. അപ്പോൾ ആരുടെ ബസറാണോ ബീപ്പ് ചെയ്യുന്നത് വെച്ചാൽ അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ടേബിൾ കിട്ടും, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് പോരും ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബസർ വാങ്ങി വെക്കുകയും ചെയ്യും. ഇതാണ് സിസ്റ്റം. ഈ 2ാം സമ്മാനം കിട്ടിയ ടീം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നേരെ പോയി ആ കൗണ്ടറിൽ പോയിട്ട് അവരെ കയ്യിലുള്ള $5 ഉപയോഗിച്ചുകൊണ്ട് 5 ബസേഴ്സ് സ്വന്തമാക്കി. എന്നിട്ട് അവർ പോയി ക്യൂവിൽ പോയി നിന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും വലിയ ക്യൂ ആയി. ഇവരുടെ പുറകെ ഒരുപാട് ആളുകൾ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തരായിട്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, സാറേ, ഇപ്പോൾ താങ്കൾക്ക് ഫുഡ് കിട്ടണമെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറിന് കൂടുതൽ സമയമെടുക്കും. താങ്കൾക്കൊരു ടേബിൾ കിട്ടി താങ്കളവിടെ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് $5 തന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ബസർ ഞാൻ താങ്കൾക്ക് തരാം. അപ്പോൾ താങ്കൾക്ക് എൻ്റെ സ്ഥാനത്ത് പോയി നിൽക്കാം. താങ്കളുടെ ബസർ നേരത്തെ അടിക്കും, സമയം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. താങ്കൾക്ക് വിചാരിച്ചത് നേരത്തെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. താങ്കളിവിടെ നിന്ന് കഴിഞ്ഞാൽ, ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ താങ്കൾക്ക് താങ്കളുടെ ഊഴെത്താൻ സമയമെടുക്കും. പക്ഷേ എനിക്ക് $5 തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബസർ താങ്കൾക്ക് തരും. അപ്പോൾ താങ്കൾക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവാം എന്ന് പറയുകയാണ്. ഉടനെ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ സമയത്തിൻ്റെ വില അറിയുന്ന ആൾക്കാരായതുകൊണ്ടും പൈസ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടും എല്ലാവരും എന്ത് ചെയ്യും, $5, അത് $1 വാങ്ങിയ ബസർ $5 ഇവരെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഇവർ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ $5 ഉപയോഗിച്ചുകൊണ്ട് $5 മറിച്ച് വിറ്റപ്പോൾ $25 ആയി. ആ $25 ഉപയോഗിച്ചുകൊണ്ട് ഇവർ 25 ബസർ പിന്നെയും വാങ്ങി. അത് ഇതേപോലെ വീണ്ടും $5 ആയിട്ട് തന്നെ വിറ്റു. ആ പൈസ കൊണ്ട് വീണ്ടും ബസർ വാങ്ങി വീണ്ടും വിറ്റു. അങ്ങനെ ആ ഒരു ലഞ്ച് ടൈം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ആയി. ആ പൈസ ആയിട്ടാണ് ഇവർ തിരിച്ച് യൂണിവേഴ്സിറ്റിക്ക് എത്തിയത്. ആ ആശയമാണ് അവരവിടെ ആ 4 മണിക്ക് ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചത്. അങ്ങനെ അവർ 2nd പ്രൈസ് വിന്നേഴ്സായിട്ട് മാറി. നല്ല ആശയമല്ലേ, അല്ലേ? ഭേദപ്പെട്ട ആശയമാണ്. പക്ഷേ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത് 1ാം സമ്മാനം കിട്ടിയ ആ ടീമാണ്. ഈ 1ാം സമ്മാനം കിട്ടിയ ടീം എന്താ ചെയ്തതെന്നറിയോ? അവർ ഈ $5 എന്നുള്ള ആ പൈസ ഇല്ലേ, അവരുടെ കോൺസെൻട്രേഷൻ പോയത് അങ്ങോട്ടല്ല. ബാക്കി എല്ലാ ടീമുകളും ഈ $5 സീഡ് ഫണ്ട് എന്നുള്ളതിലേക്ക് പോയപ്പോൾ, ശ്രദ്ധ പോയപ്പോൾ ഇവർ $5 എന്ന് പറയുന്ന ആ സംഭവത്തിന് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് വേറെ ഒരു കാര്യത്തിലാണ് ഇവരുടെ ശ്രദ്ധ പതിഞ്ഞത്. അതാണ് അവരുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്നൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ധാരാളം വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ആളുകൾ, വലിയ ബ്രാൻഡുകൾ, ലോകോത്തര ബ്രാൻഡുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയും അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ തങ്ങളുടെ സ്ഥാപനത്തിനെക്കുറിച്ച് പറയാനും അവരെ ജോലിക്കെടുക്കാനും ഒക്കെ സമയം ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് വേറെ ഒന്നുമില്ല, അവർ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് സമയം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, അവരവിടെ വരും. വിദ്യാർത്ഥികളെല്ലാവരും ആ ഓഡിറ്റോറിയത്തിൽ അസംബിൾ ആയിട്ടുണ്ടാവും. അവിടെ വന്നുകൊണ്ട് അവരവരെ കമ്പനിയെക്കുറിച്ച് സംസാരിക്കും. ഓക്കെ, ഒരു 3 മിനിറ്റ് അവരെ കമ്പനിയെക്കുറിച്ച് സംസാരിക്കും. അവരുടെ പ്ലേസ്മെൻറ്റ് പോളിസീനെ, റിക്രൂട്ട്മെൻറ്റ് പോളിസിയെ കുറിച്ച് സംസാരിക്കും. അവിടെ ഏതെല്ലാം ജോലികളാണ് ഒഴിവുള്ളതെന്ന് സംസാരിക്കും. എന്നിട്ട് കുട്ടികളെ അവരുടെ കമ്പനിയിലേക്ക് ആകർഷിക്കും, ജോലിക്കായിട്ട് ആകർഷിക്കും.
ഇതാണ് നോർമലി അവിടെ സംഭവിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുക, കോളേജുകാർ പെർമിഷൻ കൊടുക്കാറില്ല. നോ, ഞങ്ങൾ പറ്റില്ല, അതിനൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കാനാണ് പതിവ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ കോളേജുകാർ ഓരോ ടീമിനും 5 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരെന്താ ചെയ്തെന്നറിയോ, 1ാം സമ്മാനം കിട്ടിയ ടീം വൈകുന്നേരം 4 മണിക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 5 മിനിറ്റ് ഇവർ വേറെ കമ്പനികൾക്ക് മറിച്ച് വിറ്റു. ആ സമയം വിറ്റു. ആ സ്ലോട്ട് വിറ്റു. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനികളും, അവിടുത്തെ പ്രമുഖമായിട്ടുള്ള പല കമ്പനികളിലും കയറി പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഏകദേശം 4-നും 4:30 ഇടയ്ക്ക് ഞങ്ങളുടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ കോളേജിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താനുള്ള നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പോളിസീസ് വിവരിക്കാനുള്ള ഒരു 5 മിനിറ്റ് സമയം ഞങ്ങൾ നിങ്ങൾക്ക് തരാം. പക്ഷേ എത്ര പൈസ നിങ്ങൾ തരും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പലരും പല റേറ്റ് പറയാണ്. ഇവർ ഒരുപാട് കമ്പനികളുമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യാണ്. ആ പകൽ മൊത്തം ഇവർ കുറേ കമ്പനികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും പല റേറ്റ് പറയുന്നു, ഇവരത് ബാർഗെയിൻ ചെയ്യുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുക ഏത് കമ്പനിയാണോ ഓഫർ ചെയ്തത് ആ കമ്പനിക്ക് ഇവരെന്ത് ചെയ്തു, ആ 5 മിനിറ്റ് ഇവർ വിറ്റു. ഓക്കെ, വളരെ ബ്രില്യൻ്റ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എല്ലാവരുടെ ശ്രദ്ധയും ആ $5 പോയപ്പോൾ ഇവർ 5 മിനിറ്റിൻ്റെ മൂല്യമാണ് ഇവർ കണ്ടത്. കാരണം ഇവർക്ക് അറിയാം എത്ര കമ്പനികൾ വന്ന് മടങ്ങി പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ 5 മിനിറ്റിനെ അവർ ആ കമ്പനികൾക്ക് മറിച്ച് വിറ്റ് വലിയ തോതിൽ അവർ പണമുണ്ടാക്കി. അതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടിയത്, 1ാം സമ്മാനം കിട്ടിയത്. അപ്പോൾ ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആരും കാണാത്ത ഒരു മേഖല അല്ലേ, ഒരു ഡിസ്ട്രാക്റ്റീവ് ഫാക്ടറാണ് ഈ $5 എന്നുള്ള ഡിസ്ട്രാക്റ്റീവ് ഫാക്ടറാണ്. അത് നമ്മുടെ മനഃപൂർവ്വം നമ്മുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെക്കുന്നതാണ് ഈ $5 എന്നുള്ള സംഭവം. പക്ഷേ നമ്മൾ അവിടെ ഹിഡൻ ആയിട്ടുള്ള വേറെ സംഭവമുണ്ട്, 5 മിനിറ്റ്. അപ്പോൾ ഈ $5 സാധ്യതയെക്കാളും എന്തുണ്ട്, 5 മിനിറ്റിന് സാധ്യത ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉദാഹരണം പറയാറുണ്ട്, ചില കഴുതയെ പറ്റി പറയാറുണ്ട്. ഈ കഴുത ഒരു റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു 2000 രൂപയുടെ നോട്ട് കിടക്കേണ്ടതെന്ന് വിചാരിക്കുക. ഒരു കഴുതനെ നടന്നു വരികയാണ് റോട്ടിൽ, ഒരു 2000 രൂപയുടെ നോട്ട് കിടക്കേണ്ടതെന്ന് വിചാരിക്കുക. കഴുത ആ 2000 രൂപയുടെ നോട്ടാണ്ട് തിന്നും അല്ലേ. കാരണം കഴുതയെ സംബന്ധിച്ചോളം എന്താണ്, അതൊരു കടലാസ് മാത്രമാണ്, അതിൻ്റെ മൂല്യം അറിയില്ല. ആ 2000 രൂപ നോട്ട് കൊണ്ട് തനിക്ക് ഒരു ദിവസം മുഴുവൻ കഴിക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ പറ്റുന്നുള്ള കാര്യം ആർക്കറിയില്ല, കഴുതക്കറിയില്ല. അത് അപ്പോഴത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് തിന്നും. ഓക്കെ, എന്നാൽ അതുപോലെയാണ് ബാക്കി എല്ലാവരും എന്താ ചെയ്തത്, ആ $5 എന്നുള്ളതിൻ്റെ മൂല്യം മാത്രം കണ്ടപ്പോൾ അധികം ആരും കാണാത്ത ആ 5 മിനിറ്റിൻ്റെ മൂല്യം ആര് കണ്ടു, ഈ ടീം 1 കണ്ടു. ഇതാണ് ഡെസിഷൻ മേക്കിങ്ങിൻ്റെ പവർ. ഇതുപോലെ ആരും കാണാത്ത കാര്യങ്ങളെ കാണാനും അപഗ്രഥിക്കാനും വിശകലനം ചെയ്യാനും അത് ഉപയോഗിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒരു കരിയർ കൗൺസിലർക്ക് ഉറപ്പായിട്ടും സാധിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മളൊരു വലിയൊരു മാതൃകയാക്കി എടുക്കണം, ഒരു ലെസനാക്കി എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ചുവടുകളെല്ലാം മുമ്പോട്ട് വെക്കണം. ഓക്കെ, ഒരു പോയിൻ്റ് കൂടി ഞാൻ പറയാം ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ പ്രോ ആക്ടിവിറ്റി? എന്താണ് ഈ പ്രോ ആക്ടിവിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രോ ആക്ടിവിറ്റി ഉണ്ട്, റിയാക്ടിവിറ്റി ഉണ്ട്. പ്രോ ആക്ടിവിറ്റി ആൻഡ് റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതിനാണ് റിയാക്ടിവിറ്റി എന്ന് പറയുക അല്ലേ. ഒരാൾ നമ്മളെ തല്ലുന്നു, നമ്മൾ തിരിച്ചു തല്ലുന്നത് റിയാക്ടിവിറ്റിയാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഒരാൾ എന്നെ തല്ലാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ തല്ലുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ അവൻ്റെ കൈ തടഞ്ഞു വയ്ക്കുകയോ ചെയ്താൽ അത് പ്രോ ആക്ടിവിറ്റിയാണ്. നമ്മൾ കണ്ടറിയണം, അവൻ്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടറിയാണ്. പിന്നെ അടിക്കും, നമ്മൾ തടയുന്നു. ഓക്കെ, അവൻ്റെ അടി കൊണ്ടതിന് ശേഷം തിരിച്ചടിക്കുന്നത് റിയാക്ടിവിറ്റി. അവനിപ്പോൾ തല്ലാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളവൻ്റെ കൈ തടഞ്ഞിട്ട് നമ്മളവനെ പ്രതിരോധിക്കുന്നത് എന്താണ്, പ്രോ ആക്ടിവിറ്റി അല്ലേ. ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം നമ്മൾ പ്രതികരിച്ചാൽ അത് റിയാക്ഷൻ. അതേസമയം നമ്മൾ അതിന് മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് പ്രോ ആക്ഷൻ. ഇതാണ് ഒരു കരിയർ കൗൺസിലർ എപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണം. ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നം സ്വയം കണ്ടറിഞ്ഞ് ആ വിദ്യാർത്ഥി ആവശ്യപ്പെടാതെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും അതിന് ഒരു റെമഡി ഉണ്ടാക്കാനും അയാൾ മുന്നിട്ട് ഇറങ്ങണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോ ആക്ടിവിറ്റി എന്നുള്ളത് നമുക്കൊരു ചെറിയ കാര്യം പറയാം. ഒരു ഓഫീസിൽ ഒരേ ദിവസം 2 ചെറുപ്പക്കാർ ജോലിക്ക് ജോയിൻ ചെയ്തു. എക്സിക്യൂട്ടീവ്സ് ആയിട്ടാണ് അവർ ജോലിക്ക് ജോയിൻ ചെയ്തത്. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ മാനേജർ അവരിൽ ഒരാളെ മാത്രം സീനിയർ എക്സിക്യൂട്ടീവായിട്ട് പ്രൊമോട്ട് ചെയ്തു, മറ്റേ ആളെ പരിഗണിച്ചില്ല. ഇതിൽ കുപിതനായ ഈ പ്രൊമോഷൻ കിട്ടാതെ പോയ വ്യക്തി മാനേജറുടെ ക്യാബിനിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, സാർ എന്ത് പണിയാണ് സാർ കാണിച്ചത്? ഞാനും അവനും ഇവിടെ ജോയിൻ ചെയ്തത് ഒരേ ദിവസം ഒരേ തസ്തികയിൽ, എൻ്റെയും അവൻ്റെയും ക്വാളിഫിക്കേഷൻ ഒരേ ക്വാളിഫിക്കേഷൻ,
ഞാനും അവനും ചെയ്തത് ഒരേ ജോലി, ഞങ്ങളുടെ എക്സ്പീരിയൻസും ഇപ്പോൾ ഒരേ വർഷമായി. പക്ഷേ എന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് അവന് മാത്രം പ്രൊമോഷൻ കൊടുത്തത്, എനിക്കെന്തുകൊണ്ട് തരാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഈ മാനേജർ പറയുകയാണ്, ഓക്കെ അതിന് ഉത്തരം ഞാൻ പറയാം, നീ ആദ്യം ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് അവിടെ ചെറുനാരങ്ങ കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ടപാട് തന്നെ ഇവർ ചെറുനാരങ്ങ തേടി പോവുകയാണ്. ഈ പയ്യൻ ഇവൻ മാർക്കറ്റിൽ പോയിട്ട് ചെറുനാരങ്ങ വാങ്ങിയിട്ടല്ല, ചെറുനാരങ്ങ മാർക്കറ്റിൽ പോയി തിരിച്ചു വരികയാണ്. ചെറുനാരങ്ങ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, സാർ ഞാൻ മാർക്കറ്റിൽ പോയി അവിടെ അന്വേഷിച്ചു, ചെറുനാരങ്ങ ഉണ്ട് സാർ. ഓക്കെ, എത്ര വില എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റിൽ പോയി തിരിച്ചു ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ചു, കിലോ 20 രൂപയാണ് സാർ വില എന്ന് പറഞ്ഞു. നമ്മൾ ബൾക്കായിട്ട് എടുത്താൽ ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ വരാം സാർ. ഞാൻ വീണ്ടും പോയി അന്വേഷിച്ച് തിരിച്ചു എന്ന് പറഞ്ഞു, സാർ ഞാൻ അന്വേഷിച്ചു, നമ്മൾ ബൾക്കായിട്ട് എടുത്താൽ കിലോ 15 രൂപയ്ക്ക് കിട്ടും എന്നാണ് പറയണത്. ഓക്കെ, എവിടെ നിന്നാണ് ഈ ചെറുനാരങ്ങൊക്കെ വരുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം. സാർ ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ വീണ്ടും മാർക്കറ്റിൽ പോവാണ്. ഇത് അന്വേഷിച്ച് തിരിച്ചെന്ന് പറഞ്ഞു, സാർ ഞാൻ അന്വേഷിച്ചു, ഈ ചെറുനാരങ്ങെല്ലാം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ ശരി, നീ ഇങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അവനോട് മാറ്റി നിർത്തി. അതിനുശേഷം ഇദ്ദേഹം ആ പ്രൊമോഷൻ കിട്ടിയ എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ അവനെ വിളിച്ചു, നീ ഇങ്ങോട്ട് വന്നു വിളിച്ചു എന്ന് പറഞ്ഞു, നീ ഒന്ന് മാർക്കറ്റ് വരെ പോകണം, അവിടെ പോയിട്ട് ചെറുനാരങ്ങ കിട്ടാണ്ടോ എന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഉടനെ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അവൻ മാർക്കറ്റിൽ പോയി. ഒരു അരമണിക്കൂർ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഈ മാനേജർ ചോദിച്ചു, നീ പോയോ? ആ സാർ ഞാൻ അന്വേഷിച്ചു, മാർക്കറ്റിൽ ചെറുനാരങ്ങ കിട്ടാണ്ട് സാർ എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ പോയിട്ട് എന്താണ് വില എന്ന് അന്വേഷിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പറഞ്ഞു, സാർ ഞാൻ അത് അന്വേഷിച്ചു, 20 രൂപയാണ് സാർ കിലോ വില എന്ന് പറഞ്ഞു. എങ്കിൽ നീ ഒന്നും കൂടി പോയിട്ട് നമ്മൾ ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ കിലോ എത്ര രൂപ കിട്ടുന്ന അന്വേഷിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ ഇവൻ പറഞ്ഞു, സാർ ഞാൻ അതും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ബൾക്കായിട്ട് എടുത്താൽ കിലോ 15 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞു. എങ്കിൽ നീ പോയിട്ട് ഈ ചെറുനാരങ്ങ എല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, സാർ ഞാൻ അന്വേഷിച്ചു സാർ, ഈ ചെറുനാരങ്ങ എല്ലാം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ മാനേജർ പ്രൊമോഷൻ കിട്ടാതെ പിണങ്ങി ഒന്ന് സംസാരിച്ച ആ എക്സിക്യൂട്ടീവ് ഇല്ലേ, അവൻ്റെ മുഖത്തേക്ക് നോക്കി, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ സംഭവം എന്താണെന്നുള്ളത്, നിനക്ക് കാര്യം പിടികിട്ടിയോ, എന്തുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടാതിരുന്നതെന്നും എന്തുകൊണ്ടാണ് അവന് പ്രൊമോഷൻ കിട്ടിയെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഓരോ തവണയും പോയി അന്വേഷിച്ചിട്ട് വരികയായിരുന്നു സാറിൻ്റെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. പക്ഷേ അവൻ സ്വയം കണ്ടറിഞ്ഞ് ഓരോ സാറ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റ പോക്കിൽ തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നത് അല്ലേ. അത് എനിക്ക് മനസ്സിലായി സാർ, എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളൊരു കാര്യം പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതല്ല, അതിനപ്പുറത്തായിട്ട് വളരെ പ്രോആക്റ്റീവ് ആയിരിക്കണം നമ്മൾ. ഒരാൾ പറയാത്തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുക, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെയാണ്. ഓക്കെ, ഞാൻ ചെറിയൊരു കാര്യം കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടി പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ US വർക്ക് ചെയ്യുന്നത്. അവൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വിളിക്കാറുണ്ട്, വാട്സാപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു വോയിസ് മെസ്സേജിൽ ചാറ്റ് ചെയ്ത സമയത്ത് അവൾ പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അവളുടെ ലൈഫിലുണ്ടായൊരു സംഭവമാണ്. ഒരു ദിവസം അവളിങ്ങനെ വീട്ടിൽ ജോലി ചെയ്തു പോകുന്ന സമയത്ത് മോള് എന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മോൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടാണ്. ലാൻഡ് ഫോണിൽ, അവരുടെ ചെറിയ മോളാണ്, ഒരു 2 വയസ്സെങ്ങാണ്ടുള്ളൊരു മോള് ലാൻഡ് ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവൾ പോയി നോക്കിയപ്പോൾ, ഫോൺ വാങ്ങി നോക്കിയപ്പോൾ ഡയൽ ചെയ്ത നമ്പർ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. 001 നമ്പറിലേക്കാണ് കുട്ടി ഡയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയിലെ ഫോൺ നമ്പർ പ്രകാരം 001 എന്ന് പറഞ്ഞത് അവിടുത്തെ അമേരിക്കൻ പോലീസിൻ്റെ നമ്പറാണ്, FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമ്പറാണ് 001. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കുട്ടി ഫോണിൽ കളിച്ചിട്ട് എന്ത് ചെയ്തു, അവൾ 001 അമർത്തി, കോൾ പോയത് അമേരിക്കൻ പോലീസിനാണ്. അപ്പോൾ അവൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ ചെവിയിൽ വെച്ച സമയത്ത് മനസ്സിലായി അവിടുന്ന് ആരോ സംസാരിക്കുന്നുണ്ട്, ഏതോ പോലീസ് ഉദ്യോഗസ്ഥർ ആരോ ഫോൺ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉടനെ ഇവൾ ചെയ്ത കാര്യം എന്താ അറിയോ, ഇവൾ ഫോൺ കട്ട് ചെയ്തു, എന്നിട്ട് കുട്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോയി. അടുത്ത സെക്കൻഡ് വീണ്ടും ഫോൺ ബില്ലടിച്ചു. നോക്കിയപ്പോൾ വീണ്ടും 001 കോൾ വരുന്നത്. ഫോൺ ഒന്ന് ചെവിയിൽ വെച്ചു, പറഞ്ഞു, ഹലോ ദിസ് ഈസ് ഫ്രം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഈ നമ്പറിന്, എന്തായിരുന്നു കാര്യം നോക്കിയാണ്. ഉടനെ ഇവിടെ പറയുകയാണ്, സോറി മാഡം, ഇത് ഞങ്ങൾ കോളല്ല കേട്ടോ, എൻ്റെ മോള് ഫോണിൽ കളിച്ചപ്പോൾ അറിയാണ്ട് കോൾ വന്നതാണ് മാഡം, സോറി, ഐ എം എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ആർ യു ഷുവർ ചോദിക്കണം അവർ. യെസ് മാം എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇവൾ കട്ട് ചെയ്ത് കളഞ്ഞു.
എന്നിട്ട് ഇവൾ കുട്ടിയെ ചീത്ത അറിഞ്ഞുകൊണ്ട് അടുക്കളയിൽ കണ്ട് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് ഇവളുടെ വീടിൻ്റെ പുറത്ത് ഭയങ്കര സൈറൻ്റെ ശബ്ദമൊക്കെ കേട്ടു. ആരോ കോളിംഗ് ബെൽ അടിക്കാൻ വെച്ച് കേട്ടു. ഇവൾ ഡോറ് നോക്കിയപ്പോൾ ഒരു കൂട്ടം പോലീസുകാർ, 2 കാറ് നിറച്ചും പോലീസുകാർ വന്ന് ഇറങ്ങിയിട്ട് അവർ മെഷീൻ ഗണ്ണും പിസ്റ്റലൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്, തോക്കുമായിട്ട് നിൽക്കുകയാണ്. ഇവളോട് പറഞ്ഞു, നിങ്ങളാണോ ഈ വീട്ടിലെ ഉടമസ്ഥ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മോള് അറിയാണ്ടെന്ന്, ഞാൻ ഒക്കെ മനസ്സിലായി, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് മാറ്റി നിർത്തി. എന്നിട്ട് ഈ പോലീസുകാർ ആ വീടിനകത്തേക്ക് കയറി വീട് മൊത്തം പരിശോധിച്ച് ആരും ഇല്ല വീടിനകത്തുനിന്ന് ഉറപ്പുവരുത്തി. തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു, സോറി മാഡം, സോറി ഫോർ ട്രബിളിങ് യു, താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ മറ്റൊരു പോകാൻ നിൽക്കണം. അപ്പോൾ ഇവൾ കുറച്ച് ഒരു നീരസത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ മോൾ അറിയാണ്ട് ചെയ്തതാണ്, ഫോണിൽ കളിച്ചപ്പോൾ സംഭവിച്ചാന്ന് പറഞ്ഞില്ലേ, എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അമേരിക്കൻ പോലീസ് പറഞ്ഞൊരു മറുപടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മാം റിലാക്സ്, ദേഷ്യപ്പെടാതിരിക്കൂ. ഓക്കെ, അഥവാ നിങ്ങളുടെ വീടിനകത്ത് ഒരു അക്രമി ഉണ്ടെങ്കിലോ, ഒരു അക്രമി, ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ നിങ്ങളുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചു. അയാൾ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും അപായപ്പെടുത്താൻ ഒരുങ്ങി. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നിങ്ങൾ പോലീസിൻ്റെ സഹായം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഫോണിൽ 001 അമർത്തി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പോലീസിനോട് എല്ലാ കാര്യവും പറയാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഈ വന്ന ആൾ, അക്രമി, അത് കണ്ടുപിടിച്ചു. അയാൾ നിങ്ങളെ തോക്കിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങളെ കൊണ്ട് മാറ്റി പറയിച്ചതാണെങ്കിലോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് അയാൾ നിങ്ങളെക്കൊണ്ട് കള്ളം പറയിച്ചതാണെങ്കിലോ, അയാളുടെ തോക്കിനും ഭീഷണിക്കും വഴങ്ങിയിട്ട് നിങ്ങൾ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണെങ്കിലോ, നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അല്ലേ? അപ്പോൾ നിങ്ങൾ സേഫാണെന്നും നിങ്ങളുടെ വീടിനകത്ത് മറ്റു ഭീഷണികളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വരേണ്ടി വന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അമേരിക്കൻ പോലീസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് പറയും? ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് കൊലപാതകി പോയി കഴിഞ്ഞാൽ പറയൂ, ഞങ്ങൾ മോർച്ചറിൻ്റെ മുമ്പിൽ വന്നിട്ട് തൊപ്പിയും അഴിച്ചു വെച്ച് നിൽക്കാമെന്ന് പറയും. ഇതാണ് അവസ്ഥ. പക്ഷേ അമേരിക്കൻ പോലീസ് എന്ത് ചെയ്തത്? അങ്ങനെ അല്ല ചെയ്തത്. അവർ വളരെ പ്രൊവാക്റ്റീവായിട്ടാണ് പെരുമാറിയത്. നമ്മുടെ അമേരിക്കൻ പോലീസും ഇന്ത്യൻ പോലീസും തമ്മിലൊരു വ്യത്യാസമാണിത്. നമ്മുടെ ഇന്ത്യൻ പോലീസ് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിനെ പിന്നാലെ പോയി തുമ്പുണ്ടാക്കി കണ്ടുപിടിച്ച് അതിൻ്റെ കൊലപാതകയെ കണ്ടെത്താൻ, ആ കേസ് തെളിയിക്കാൻ മിടുക്കന്മാരാണ് ആര്? ഇന്ത്യൻ പോലീസ്, പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസും. മറിച്ച് അമേരിക്കൻ പോലീസ് അങ്ങനെയല്ല. അവർ കൊലപാതകം നടന്നതിന് ശേഷമല്ല, അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നതിന് ശേഷമല്ല, അത് നടക്കുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രൊവാക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പോലീസ് റിയാക്റ്റീവാണ്. അവർ ഒരു ക്രൈം നടന്നതിന് ശേഷമേ അവർ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. പക്ഷേ അമേരിക്കൻ പോലീസ് അങ്ങനെയല്ല. അവർ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചിട്ട് ആ ഒരു ക്രൈം നടക്കാനുള്ള സെനാരിയോനെ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രൊവാക്ടിവിറ്റിയുടെ ഒരു പ്രാധാന്യം. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന തെറ്റെന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും റിയാക്റ്റീവ് ആണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പ്രൊവാക്റ്റീവ് ആവണം. ഒരു കരിയർ കൗൺസിലർ എന്ത് ചെയ്യണം? ഒരു വിദ്യാർത്ഥിയോ അവൻ്റെ പാരൻറ്റോ ആവശ്യപ്പെട്ടതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എടുത്തിട്ട് ആ കുട്ടിയുടെ മനസ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും ഒന്ന് സമ്മതം കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് സ്വന്തം ഒരു ഇനിഷ്യേറ്റീവിലൂടെ അയാൾ ആ കാര്യങ്ങൾ ചെയ്തിട്ട് ആ കുട്ടിയെ പഠിച്ചിട്ട് റിസൾട്ട് കാണിക്കുക. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ യഥാർത്ഥ നേച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി ഇങ്ങനെ ചെയ്തതായിരിക്കും നല്ലത് എന്ന രീതിയിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊവാക്ടിവിറ്റിയും റിയാക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1 ക്രിട്ടിക്കൽ തിങ്കിങ്, 2 ഡെസിഷൻ മേക്കിംഗ്, 3 പ്രൊവാക്ടിവിറ്റി. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ ഒരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. വളരെ ചെറിയൊരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ദ ഗ്രേറ്റ് റിസപ്ഷനിസ്റ്റ്. ഇതൊരു ശരിക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ സത്യമായി സംഭവിച്ച കാര്യങ്ങളാണെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ സംഗതിയും ശരിക്കും ഉണ്ടായ ഒരു കാര്യമാണ്. കുടക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കൂർഗ് എന്ന് പറയും കുടക്. ഈ കുടകിലെ മഹീന്ദ്ര ഹോളിഡേ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരു 2-3 വർഷം മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു രാത്രി ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്ക് ഒരു കോൾ വരികയാണ്.
അപ്പോൾ റിസപ്ഷനിൽ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുകയാണ്. അവിടെ ഒരു കോൾ വരികയാണ്. ഹലോ എന്ന് ചോദിക്കണം. ഹലോ സാർ, ഞാൻ ബാലസുബ്രഹ്മണ്യം, ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് വരികയാണ്. ഞാൻ അവിടെ ഇന്ന് നിങ്ങളുടെ റിസോർട്ടിൽ 2 കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേരിൽ. ഉടനെ ഈ റിസപ്ഷനിസ്റ്റ് റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ശരിയാണ്, കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, ബാലസുബ്രഹ്മണ്യം ഫ്രം പോണ്ടിച്ചേരി എന്നുള്ള പേരിൽ 2 കോട്ടേജുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ ഇയാൾ പറയുന്നത്, സാർ ബുക്കിംഗ് കൺഫേംഡ് ആണ്, റെഡിയാണ്, റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, സാർ എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഈ ബാലസുബ്രഹ്മണ്യം പറയുകയാണ്, അതെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ രാവിലെ പോണ്ടിച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടതാണ്, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ എത്താറായി, ഏകദേശം നിങ്ങളുടെ റിസോർട്ടിൻ്റെ അടുത്ത് എത്താറായി, പക്ഷേ ഇവിടെ ഈ ചുരത്തിൽ മണ്ണടിഞ്ഞ് വീണ് വഴി ബ്ലോക്കായി കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസൊക്കെ വന്നത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ സമയം എന്തായാലും 1 മണിക്കൂറെങ്കിലും സമയം എടുക്കും. പക്ഷേ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ എപ്പോഴാണ് ക്ലോസ് ചെയ്യുക എന്ന് നോക്കിയാണ്. സാർ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യും സാർ, 9:30 മണിയായി, ഇപ്പോൾ ക്ലോസ് ചെയ്യും എന്ന് പറയുകയാണ്. സാർ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമോ, അവരോട് കുറച്ച് ഫുഡ് ഞങ്ങളുടെ ഒന്ന് കരുതി വെക്കാൻ പറയാൻ പറ്റുമോ, ഞങ്ങൾ എത്താൻ നേരം വൈകും, ഞങ്ങൾക്ക് വരുമ്പോൾ ഫുഡ് ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഉടനെ ഇയാൾ പോയിട്ട് റിസപ്ഷനിൽ ഫോൺ, സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഫോൺ അവിടെ വെച്ചിട്ട് ഇയാൾ പോയിട്ട് എന്താ വെച്ചാൽ കിച്ചണിൽ പോയി സംസാരിക്കുകയാണ്. കിച്ചണിൽ ആൾക്കാർ നോ ഒന്നും പറയാൻ പറ്റും, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, ഞങ്ങൾ ടയേർഡാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം, അതുകൊണ്ട് ഞങ്ങളിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറയാം, ഞങ്ങൾ കറക്റ്റ് 9 ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇയാൾ വീണ്ടും തിരിച്ചു വരുന്നു, ഫോൺ എടുക്കുന്നു, എന്നിട്ട് സംസാരിക്കുകയാണ്. സാർ സോറി സാർ, ഇവിടെ കിച്ചണിൽ എല്ലാവരും വളരെ ടയേർഡാണ്, എല്ലാവരും ഇപ്പോൾ 9:30 ക്ലോസ് ചെയ്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ്, ആരും കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല, എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത്, ഞങ്ങളുടെ വിഷമമൊന്ന് മനസ്സിലാക്കൂ എന്ന് പറയുകയാണ് ഈ ബാലസുബ്രഹ്മണ്യം. ഞങ്ങൾ അതിരാവിലെ പോണ്ടിച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടതാണ്, ഇത്രയും നേരം ലോങ് ഡ്രൈവായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ചെറിയ 2 മക്കളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്, ഇവരെല്ലാവരും ടയേർഡാണ്, എല്ലാവരും വിശന്നിരിക്കുകയാണ്, ഞങ്ങൾക്കിന്ന് രാത്രി ഫുഡ് വേണം, എല്ലാവരും ജേർണി ചെയ്ത് തളർന്നിരിക്കുകയാണ്, പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ എന്ന് പറയണം. ഉടനെ ഇയാൾ പറയുകയാണ്, സാർ ഞാൻ എന്താ ചെയ്യുക, കിച്ചൺ 9:30 ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു റൂളാണ്, അതുകൊണ്ട് ഇവർ സാറ് വന്നാലാണ് സാറിന് ഫുഡ് കിട്ടുക, മാറ്റി വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സാർ എന്ന് ഇയാൾ പറയുകയാണ്. ഉടനെ ഇയാൾ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്തു ബാലസുബ്രഹ്മണ്യം. അയാൾ ആകെ ഇങ്ങനെ സ്വയം ഭ്രായിക്കൊണ്ടിരിക്കുകയാണ്, ഏത് നേരത്താണോ വരാൻ തോന്നിയത്. പക്ഷെ കാലക്കുട്ടി ഒരു കുറേ കാലത്തിന് ശേഷം കുടുംബവും മൊത്തൊരു ടൂറ് വന്നിട്ട് എല്ലാവരും പട്ടിണി കിട്ടേണ്ടി വന്നല്ലോ അല്ലേ, ഒരു ഭക്ഷണം പോലും ഇല്ലാണ്ട് വെറുമായിട്ട് കിടന്നുറങ്ങേണ്ട സാഹചര്യം വന്നല്ലോ. അപ്പോൾ ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണ്, എല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ആകെ വിഷണനായിട്ട് ഇങ്ങനെ കാറിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ പോയിട്ടുണ്ടാവും, ഒരു 10-20 മിനിറ്റ് കടന്നു പോയിട്ടുണ്ടാവും. ഈ സമയത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുകയാണ്. ഇയാൾ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നു. ഉടനെ പറയുന്നു, സാർ ഞാൻ കുറച്ച് മുമ്പ് സാറ് വിളിച്ചില്ലേ, മഹീന്ദ്ര ഹോളിഡേ റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റാണ് സംസാരിക്കുന്നത്, സാറിൻ്റെ കാറിൻ്റെ നമ്പർ ഒന്ന് പറയാമോ, മോഡലും നമ്പർ ഒന്ന് പറയാമോ എന്ന് പറയുകയാണ്. ഉടനെ ഇയാൾ പറയുകയാണ്, എൻ്റെ കാറിൻ്റെ മോഡൽ ഇങ്ങനെ സാൻട്രോ കാറാണ്, നമ്പർ ഇത്രയെന്നായിട്ട് ഇയാൾ കാറിൻ്റെ നമ്പറും പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ ആരോ മുട്ടുന്ന വെച്ച് കേട്ടു. അപ്പോൾ ഇയാൾ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോൾ ഒരു സ്കൂട്ടറിൽ റെയിൻകോട്ടൊക്കെ അണിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ആരാ എന്ന് വെച്ചാൽ പറഞ്ഞു, സാർ ഞാൻ റിസപ്ഷനിസ്റ്റാണെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചു. സാറേ ഞാൻ അന്വേഷിച്ചു, അപ്പോൾ ഇവിടെ ഈ മണ്ണിടിഞ്ഞ് വീണ കാര്യമൊക്കെ ശരിയാണെന്ന് മനസ്സിലായി, മാത്രമല്ല ഇത് ക്ലിയറായി എടുക്കാൻ ഇനി ഒരുപാട് സമയം ഇനിയും എടുക്കും, കുറേ സമയം എടുക്കും, പക്ഷേ അതുവരെ സാറും ഫാമിലിയും വിശന്നിരിക്കല്ലേ, അപ്പോൾ സാറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്താ കാര്യം ചെയ്യുന്നത്, ഞാൻ അവിടുത്തെ സാറിനുള്ള ഫുഡുമായി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് സാറേ, സാറിൻ്റെ ഫുഡ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളും ഫാമിലിയും ആകെ ഞെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതാ സാർ എന്നിട്ട് ഇയാൾ ആ ഫുഡിൻ്റെ പാക്കറ്റുകൾ സ്കൂട്ടറിൽ നിന്ന് എടുത്തിട്ട് ഇവർക്ക് കൈമാറുകയാണ്. സാർ കഴിച്ചോളൂ, കാറിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറയുകയാണ്. മാത്രമല്ല ഫുഡ് കൈമാറുക മാത്രമല്ല അവർക്ക് കുടിക്കാനും കൈ കഴുകാനൊക്കെ ഉള്ള വെള്ളവും ഈ റിസപ്ഷനിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടറും കുടുംബവും ഈ സുബ്രഹ്മണ്യം സാറും കുടുംബവും ആ കാറിനകത്ത് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, വയറ് നിറഞ്ഞു, അവരവിടെ നിന്ന് കൈയൊക്കെ കഴുകി, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം റോഡ് ക്ലിയറായി. അപ്പോൾ ഈ പയ്യൻ തന്നെ അവരെ ഡ്രൈവ് ചെയ്ത് അവൻ സ്കൂട്ടറിൽ മുമ്പിൽ പോകുന്നു, ഇയാളെ ഫോളോ ചെയ്യുന്നു, അങ്ങനെ കറക്റ്റ് അവരെ റിസോർട്ടിലെത്തിച്ച് അവരുടെ റൂമൊക്കെ കാണിച്ചു കൊടുത്ത് ഫുൾ സെറ്റിലായി, അവർ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ റിസപ്ഷനിസ്റ്റ് അന്ന് അവിടുന്ന് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവനന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലും ആരെങ്കിലും അവനോട് ചോദിക്കുമായിരുന്നു, നീ എന്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊണ്ട് എത്തിച്ചു കൊടുത്തില്ല എന്ന് ചോദിക്കുമായിരുന്നു. ഇവരെന്താ പറഞ്ഞത്, കുറച്ച് ഭക്ഷണം നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? പക്ഷേ ഈ പയ്യൻ ഒരു പടി കൂടി മുമ്പോട്ട് കടന്നിട്ട് എന്താ ചെയ്തത്, ഭക്ഷണം അവർക്ക്
അവരുള്ളിടത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്തത്. ഇത് ഈ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു അനുഭവക്കുറിപ്പായിട്ട് എഴുതുകയും ഇത് ഒരുപാട് പേര് വായിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്ത സംഭവമാണ്. ഇന്നും ഇപ്പോൾ പല റിസോർട്ടുകളിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നൊരു സ്റ്റോറി കൂടിയാണ് ഇത്. ശരിക്കും ഉണ്ടായ സംഭവമാണ്. ഞാനൊക്കിത് FBയിൽ വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോഴാണ് നമ്മൾ ഈ പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്. പലരുടെയും വിഷമം മനസ്സിലാക്കി നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. അവർ ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അങ്ങോട്ട് കയറി പറയുക, അല്ലേ? അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മോട് ഇങ്ങോട്ട് ചോദിക്കാൻ മടിയുണ്ടാവും. ചിലപ്പോൾ വിദ്യാർത്ഥികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും പല ചോദ്യങ്ങളും നമ്മോട് ഇങ്ങോട്ട് ചോദിക്കാൻ പലർക്കും മടിയുണ്ടാവും. നമ്മളത് കണ്ടറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, അവരുടെ വിഷമങ്ങൾ നമ്മൾ പരിഹരിക്കുക. അവർ പറയാതെ തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളെ അവരുടെ മൈൻഡിൽ ഒരു ചിരപ്രതിഷ്ഠ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഇതിനൊക്കെയുള്ള നല്ല മോറൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഓരോ പറഞ്ഞ കഥകളുടെയും സംഭവങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു കരിയർ കൗൺസിലർ എന്നുള്ള പൊസിഷനെ നിങ്ങൾ എത്രത്തോളം ഫൈൻ ട്യൂൺ ചെയ്യുന്നോ അത്രത്തോളം അഭിവൃദ്ധിയും ഉയർച്ചയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കരിയറിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ആരും പറഞ്ഞത് കാത്തു നിൽക്കാത്തതിന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കരിയറിൽ വിജയിക്കാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സഹായിക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുന്നവരെ എല്ലാവരുടെ ലൈഫിലും നല്ലത് മാത്രം സംഭവിക്കട്ടെ, ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, ഈ ക്ലാസ് കൊണ്ട് എല്ലാവർക്കും നല്ല പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.